ചെവിക്കരണം തീർത്തും നട്ടപ്പുറത്ത് കുടങ്കൈ കുത്തിയും കുന്നുകളെയും മട്ടിൽ ഇടിച്ചുകൂട്ടിയ വേദനയേക്കാൾ ചെയ്യാത്ത കുറ്റത്തിന് അനുഭവിച്ച നരകയാതനയ്ക്ക് പകരം ചോദിക്കാൻ ഇറങ്ങിയ ഒരു യൂത്ത് കോൺഗ്രസുകാരനും ജീവിതകാലത്ത് കള്ളുകൊടുക്കാത്തൊരുത്തനെ ഒരു മേൽശാന്തി അബ്കാരി ആക്ട് ചുമത്തി ജീവിതം മുടിച്ചു കളയും എന്ന വിരട്ടിൽ വഴങ്ങാതെ വന്നപ്പോൾ വിലക്കെടുക്കാൻ എടുത്തുവെച്ച ലക്ഷങ്ങൾ കണ്ട് കണ്ണുമഞ്ഞളിക്കാത്ത വർഗീസേട്ടൻ എന്നൊരു യഥാർത്ഥ ഇരട്ടച്ചങ്കനും ഈ കേരളത്തിൽ തുറന്നുവിട്ടത് പോലീസ് അട്രോസിറ്റിയും ബ്രൂട്ടാലിറ്റിയുടെയും ചോര നാറുന്നൊരു അണക്കെട്ടാണ്. ഈ 5 ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ അധികാരമില്ലാത്തവനെ കേൾപ്പോരും കേൾവിയുമില്ലാത്ത പാവങ്ങളെ ഏഴകളെ പേപ്പട്ടി അടിച്ച് പുറംപൊളിക്കുന്ന ഗുണ്ടാവൽകൃത പോലീസിന്റെ നേർസാക്ഷ്യങ്ങൾ ക്യാമറ പറയുന്ന ദൃക്സാക്ഷി മൊഴികളാണ്. ആയുഷ്കാലത്തേക്ക് മരിക്കും വരെ വേദനിക്കണമെന്ന സാഡിസ്റ്റിക് വൈകൃതങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് ഇപ്പോഴാണെങ്കിൽ ഉന്നത മേലാളന്മാർ ആഭ്യന്തര വകുപ്പ് സാറന്മാർ നേരത്തെ കണ്ടിട്ടും ആ നരാധമന്മാർ ഇപ്പോഴും സർവീസിലുണ്ടെങ്കിൽ അത് ആ മർദ്ദനത്തെക്കാൾ ഭയാനകമാണ്. പ്രബുദ്ധ കേരളം എന്ന ക്ലീശ ഉടായ്പിനി മിണ്ടിപ്പോവരുത്. അടിച്ചാൽ തിരിച്ചടി കിട്ടില്ലെന്ന ഉറപ്പിൽ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ കാക്കിദാഷ്ട്യത്തിൽ ചെവിക്കല്ല് തീർത്തടിക്കുന്ന മസിൽ ബലം കാട്ടിയ ഒരുത്തനോട് തൊപ്പി ഒരു വെച്ച് ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതിന് പകരം ഉദ്യോഗക്കയറ്റമാണ്, VIP സ്റ്റേഷനിലേക്കാണ് അമ്പാരി വെച്ച് ആനയിച്ച് SHO മണ്ടയ്ക്ക് ഓങ്ങി അടിക്കുന്ന തെമ്മാടിപ്പണിക്കാണോ സാറേ നക്ഷത്രത്തിന് എണ്ണ കൂടുതലും പ്രമോഷനും? പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പോഴും എന്തിനെന്നറിയാത്ത യാത്രക്കിടയിൽ ബീക്കൺ വെച്ച് വണ്ടിയിൽ നിറങ്ങിപ്പോയി സമരക്കാരുടെ നെടുകം തല അരച്ചു കയറിയ ദൃശ്യങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രി കണ്ടില്ലെന്ന വ്യാജം പറച്ചിലാണെങ്കിൽ, രക്ഷാദൗത്യമെന്ന കവചം തീർക്കലാണെങ്കിൽ, ഗുഡ് സർവീസ് എൻട്രി ആണെങ്കിൽ ആ ഗുണ്ടാപ്പണിക്കുള്ള പൊളിറ്റിക്കൽ പേട്രണേജ് ആണ്. ഞങ്ങൾ കോത്താളാമെന്ന് ചേർത്ത് പിടിക്കലാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ആവർത്തനത്തിൽ ഈ കാക്കയെ ജനം വെറുത്തുവെങ്കിൽ പോലീസ് മേധാവിമാരല്ല, ആഭ്യന്തര വകുപ്പെ നിങ്ങളാണ്, മുഖ്യമന്ത്രി താങ്കളാണ് കാരണം. ആ CPMകാരുടെ പോലും കൊലവള്ളിക്ക് പിടിക്കുന്ന RSS സ്വാധീനത്തിൽ പിഴച്ചുപോയ അച്ചടക്ക സേന അച്ചടക്കമില്ലാത്ത അരാജക സേനയാക്കി തുലയ്ക്കുന്ന കാര്യം അന്ന് കൂടെയുള്ളൊരു സാമാജികൻ പറഞ്ഞതാണ്. പേര് PV അൻവർ. ആ കള്ളക്കടത്തുകാരുടെ കൂട്ടുകാരനാക്കി, ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചുകൊന്ന് പുറത്തേക്കിട്ടൊരു വാർത്താ സമ്മേളനം, തിരുത്തിന് തയ്യാറാവാത്തൊരു ആഭ്യന്തരമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടതാണ് കേരളം. ആ ക്രമസമാധാനം പാലിക്കേണ്ടവർ നിയമലംഘനം നടത്തിയും കള്ളക്കേസെടുത്തും മാനിപ്പുലേഷനും മര്യാദകേടുമാണെങ്കിൽ ഗതികെട്ട സാധാരണക്കാരൻ ഒരുമ്പെട്ടിറങ്ങിയാൽ, കാരണമറിയാതെ കിട്ടിയ മർദ്ദനം കാരണം പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ ഇറങ്ങിയാൽ അനാർക്കിയാണ്, നല്ലതിനല്ല. ഗൂണ്ടാക്കൂട്ടത്തിന്റെ ദേഹത്ത് മണ്ണ് പറ്റും. നിർത്തിക്കുക പോലീസെ. പാവങ്ങളുടെ നെഞ്ചത്തോട്ട് കയറ്റം. നിയമലംഘനമാണെങ്കിൽ ആ ലംഘനം ഏകപക്ഷീയമല്ല, നിങ്ങളുടെ മാത്രം കുത്തകയുമല്ല. പ്രിയപ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. പരാതിക്കാരൻ സി ഔസേപ്പ്, CNK അബ്ദുൽ അസീസ്, ജിൻഡോ ജോൺ, CMK ഹരിദാസ്, PV അൻവറിനെ അല്പസമയത്തിനകം ചർച്ചയിൽ പ്രതീക്ഷിച്ചു. ഞാൻ ആദ്യം സി ഔസേപ്പ് എടുക്കുന്നു. സി ഔസേപ്പ്, താങ്കളുടെ മകനെയും ഹോട്ടൽ ജീവനക്കാരനെയും അത്ര ക്രൂരമായി മർദ്ദിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? സാറേ, ഇത് ഈ കുന്നംകുളം ഇൻസിഡൻ്റ് ഉണ്ടായി 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ തൃശ്ശൂർ തന്നെയുള്ള പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഈ ഇൻസിഡൻ്റ് ഉണ്ടായത്. ഞങ്ങളൊരു സ്ഥാപനം, ഒരു കൊമേഴ്സ്യൽ സ്ഥാപനം നടത്തുന്നു. ഒരു 175ഓളം ജീവനക്കാരുണ്ട്. ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. അതിനോട് ചേർന്ന് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ഒരു കസ്റ്റമർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരികയും അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 പേരാണ് ബിരിയാണി ഓർഡർ ചെയ്ത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ബിരിയാണിയിലെ ചിക്കൻ അതൊരു ഹാർഡായി പോയി, സോഫ്റ്റ് അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ക്യാഷ് കൗണ്ടറിൽ ചെന്ന് ബഹളം ഉണ്ടാക്കുക ഉണ്ടായി. അപ്പോൾ എന്നിട്ട് ഈ 2 ബിരിയാണി ഇദ്ദേഹം ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ഈ പരാതിക്കാരനായ ദിനേഷ് ആ ബിരിയാണി മുഴുവൻ തന്നെ കഴിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ബാക്കി വെച്ച ബിരിയാണി പാക്ക് ചെയ്ത് വാങ്ങിക്കുകയും ചെയ്തു. എന്നിട്ട് കൗണ്ടറിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് മാനേജർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു, ഒരാൾ ഞങ്ങളുടെ ഹോട്ടലിൽ ബഹളം ഉണ്ടാക്കുകയാണ്, ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞു. ഒരു 80ഓളം പേരപ്പോൾ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ വരാം, നിങ്ങൾ അവനെ ഈ കുഴപ്പക്കാരനെ അവിടെ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞ വേർഡാണ്. അതായത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് മാനേജറോട് പറഞ്ഞ വേർഡാണ്, അവനെ ഹോൾഡ് ചെയ്യും, ഞങ്ങൾ 5 മിനിറ്റിനുള്ളിൽ എത്തും. ഞങ്ങളുടെ ഹോട്ടലും പോലീസ് സ്റ്റേഷനും തമ്മിൽ 150 മീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ബഹളം ഉണ്ടാക്കിയ, തെറിയും ചീത്തയൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആൾ പുറത്ത് കിടന്നിട്ട് ഇതിൻ്റെയൊക്കെ പടം പിടിക്കുന്നു, എന്നിട്ട് ഹോട്ടൽ അടപ്പിക്കുന്നു പറയുന്നു. അങ്ങനെ അയാളിങ്ങനെ ഓടി നടന്ന് ഇത് പിടിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇയാളുടെ ഹിസ്റ്ററിയൊക്കെ പിന്നീടാണ് മനസ്സിലായത്. ഇവിടെ നിങ്ങൾ ഈ ദിനേഷിനെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഈ എന്താണ്, ഹോട്ടലിനകത്ത് വെച്ച് മർദ്ദിച്ചു, മർദ്ദനം പോയെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. ഹോട്ടലിനകത്ത് വെച്ച് മർദ്ദനം ഉണ്ടായോ ഔസേപ്പ്? സാറ്, ഞങ്ങൾ തന്നെയാണ് CCTV പോലീസിന് ഞങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തത്. ഞങ്ങളത് ഡിജിറ്റലായിട്ട് സർട്ടിഫൈ ചെയ്ത ഞങ്ങളുടെ കംപ്ലീറ്റ് CCTV ഞങ്ങൾ പോലീസിലേക്ക് കൊടുത്തു.
ഈ CCTV എല്ലാം വിശകലനം ചെയ്തിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ റിപ്പോർട്ട് ഞാൻ സാറിന്റെ അറിവിലേക്ക് വായിക്കാം. ദിനേശ് പുറത്തേക്ക് പോകുവാൻ നോക്കുന്ന സമയത്ത് അവർ അയാളെ തടഞ്ഞു നിർത്തുകയും അപ്പോൾ കൂടെയുള്ള അയാളെ സമീപത്തായി നിൽക്കുന്നതായും ആ സമയത്ത് ഇതിലെ പരാതിക്കാരനായ മകൻ പോൾ ജോസഫ് അവിടേക്ക് വരുന്നതായും പുറത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന ദിനേശിനെ എല്ലാവരും ചേർന്ന് തടഞ്ഞു നിർത്തുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ടെങ്കിലും ടിയാൻ ആരോപിക്കുന്ന പ്രകാരം ടിയാന്റെ വായിലേക്ക് ബിരിയാണി കുത്തിത്തിരുന്നതായി കാണപ്പെട്ടിട്ടില്ലാത്തതാണ്. അല്ലല്ല, ഞാൻ ചോദിക്കുന്ന ഈ ഹോട്ടലിനകത്തെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ പോലീസിന് കൊടുത്തോ ഔസേപ്പ്? പോലീസിന്റെ കയ്യിലുണ്ട്. ആള് മുഴുവൻ ബിരിയാണിയും ആ ബിരിയാണിയുടെ എല്ലും കഷ്ണം അടക്കം അയാൾ തിന്നു കഴിഞ്ഞു. അല്ല, ഹോട്ടലിനകത്തെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാണ് മുഴുവൻ ബിരിയാണി കഴിക്കാത്തത് പാക്ക് ചെയ്ത് മേടിച്ചേ. ഈ ഹോട്ടലിനകത്തെ CCTV ദൃശ്യങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടോ? ഹോട്ടലിനകത്തെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങള് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അത് പോലീസിന് മീഡിയക്ക് കൊടുക്കാലോ. പിന്നെ ഞങ്ങള് ഇപ്പൊ ഞാൻ അത് എക്യുപ്ഡ് അല്ല ഞങ്ങളുടെ കയ്യില്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലേ? ഇപ്പൊ പറയുന്നത് ഞാൻ പറയുന്നത് താങ്കളുടെ താങ്കളുടെ മകനും താങ്കളുടെ ഹോട്ടൽ മാനേജരും കിട്ടിയ പോലീസ് മർദ്ദനം ചെയ്തുകൂടാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അത്രയും ഭീകരമായ മർദ്ദനമാണ് ആ മർദ്ദനം. പക്ഷെ മർദ്ദനത്തിന് കാരണമായി പറയുന്ന ദിനേശ് എന്ന് പറയുന്ന ഒരു കുക്ക് നിങ്ങളുടെ ഹോട്ടലിലേക്ക് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. അദ്ദേഹം ഒരു പാചകക്കാരനാണ്. നിങ്ങളുടെ ബിരിയാണി വെന്തിട്ടില്ലെന്ന് പറയുന്നു. വെന്തിട്ടില്ലെന്ന് പറയുമ്പോഴേക്കും നിങ്ങളെല്ലാം കൂടി ചേർന്ന് മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ വായിലേക്ക് ഈ ചിക്കൻ ഈ ബിരിയാണി കുത്തിക്കയറ്റുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. അതിനെ തുടർന്നാണല്ലോ അദ്ദേഹം ആദ്യം പോകുന്ന മണ്ണുത്തി സ്റ്റേഷനിലേക്കാണെന്നാണ് എൻ്റെ അറിവ്. മണ്ണുത്തി സ്റ്റേഷനിലേക്ക് പോയി പീച്ചിയിലേക്ക് വരുന്നു, നിങ്ങളെ വിളിക്കുന്നു, അടി കൊടുക്കുന്നു പോലീസ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, താങ്കൾ പറയുന്ന മട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ബിരിയാണി മൊത്തം കഴിച്ചു, ഇത് മൊത്തം വ്യാജമാണെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം നിങ്ങൾ പുറത്തുവിടേണ്ടതല്ലേ? ബാക്കി എല്ലാ CCTV ദൃശ്യങ്ങളും നിങ്ങൾക്ക് പുറത്തുവിട്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹോട്ടലിനകത്തെ CCTV പുറത്തുവിടാത്തത് ഔസേപ്പ്? യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ കയ്യിൽ CCTV ഉണ്ട്, പോലീസിന് കൊടുത്തിട്ടുണ്ട്, മീഡിയ എല്ലാവർക്കും ഞങ്ങളുടെ ഹോട്ടലിന്റെ CCTV എല്ലാം തരാം. ഒരു വിഷമവും ഞങ്ങൾക്കില്ല. ഞങ്ങളിത് സർട്ടിഫൈ ചെയ്ത് പോലീസിന് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പുറത്തെ ദൃശ്യങ്ങളാണ്. അതിന്റെ കോപ്പി ഉണ്ട്. ഞങ്ങള് എപ്പോ വേണമെങ്കിലും മീഡിയക്ക് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഹോട്ടലിന് പുറത്തെ കാര്യങ്ങളാണ്. ദൃശ്യമുണ്ട് അകത്ത്. താങ്കൾ ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഹോട്ടലിന് പുറത്തെ ദൃശ്യങ്ങളുടെ കാര്യമാണ്. ചാനലില് അകത്തെ ദൃശ്യങ്ങൾ ഞങ്ങൾ പോലീസിന് 24 ചാനലിന് ഞങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ ഫോർവേഡ് ചെയ്ത് തരാം. ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇദ്ദേഹം ശുദ്ധ ക്രിമിനലാണ്. ഇദ്ദേഹം 2-3 ഹോട്ടലുകളിൽ നിന്ന് അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി സ്വഭാവ ദൂഷ്യത്തിന് ഇയാളെ പിരിച്ചുവിട്ട ആളാണ്. ലാസ്റ്റ് മറ്റേ കുറ്റിപ്പുറത്ത് ഒരു റോയൽ സിറ്റി ഹോട്ടലിൽ നിന്ന് അയാൾ അവിടെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് 1 ലക്ഷം രൂപയും വാങ്ങിച്ച് ആ ഹോട്ടലിൽ നിന്ന് അയാളെ പിരിച്ചുവിട്ട ആളാണ്. എൻ്റെ പണം വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് പോലീസിന് 3 ലക്ഷം അവന് 2 ലക്ഷം എന്ന് പറഞ്ഞ് ഈ പണം കബളിപ്പിച്ച് കൊണ്ടുപോയിട്ട് പോലീസ് അന്വേഷിച്ചത് 20 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ പോയത്. 20 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയി അന്വേഷിക്കാൻ അവിടെ ചെന്നപ്പോ ഒരു ഒറിജിനൽ വീടുണ്ട്. ആ ഒറിജിനൽ എന്തിനാണ് 5 ലക്ഷം? ഒന്നാമത്തെ ഭാര്യ. അല്ല ശ്രീ ഔസേപ്പ്, താങ്കൾ പറയുന്നു താങ്കളുടെ ഹോട്ടലിനകത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ബിരിയാണി ഉണ്ട്, ബിരിയാണിയുടെ എല്ലടക്കം, ചിക്കന്റെ എല്ലടക്കം വളരെ വൃത്തിയായ ഭക്ഷണം കഴിച്ച് ബാക്കി കൂടെയുള്ള ഈ പറഞ്ഞ 18 വയസ്സ് തികയാത്ത ചെറുപ്പക്കാരൻ കഴിക്കാത്ത ഭക്ഷണം ബാക്കി പാഴ്സലെടുത്ത് സമാധാനമായി പിരിഞ്ഞതാണെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ 5 ലക്ഷം കൂടുതൽ സെറ്റിലേക്ക് നോക്കുന്നത് ഔസേപ്പ്? താങ്കളുടെ കയ്യിൽ എല്ലാവിധ തെളിവുകളും ഉണ്ട്, താങ്കൾക്കത് പറയാം, താങ്കൾക്കത് അറിയാവുന്ന ആളാണ്. ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് CCTV കിട്ടിയതിന് ശേഷം എൻ്റെ അടുത്ത് ഒത്തുതീർപ്പിന് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് പോലീസുകാരെന്നെ പറ്റിച്ചു, 5 പോലീസുകാരും കൂടി ആവശ്യപ്പെട്ട എന്നെ പറ്റിച്ചു. അവർ എന്നോട് പറഞ്ഞത് CCTV ഞങ്ങൾ കണ്ടു, ഇയാളുടെ ബിരിയാണി കുത്തിക്കയറ്റുന്ന സീനുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രൊവോക്കഡായത്, നിങ്ങളുടെ ആൾക്കാരെ അടിച്ചതും. എനിക്ക് പിന്നീടാണ് ബോധ്യമായത് നിങ്ങൾ അയാളെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് ബോധ്യമായത്. ഞാൻ CCTV മുഴുവൻ പരിശോധിച്ച് കണ്ടപ്പോഴാണ്. എന്തിനാണ് 5 ലക്ഷത്തിന്റെ ഒത്തുതീർപ്പ്? സെറ്റിൽമെന്റ് എന്തിനാണ്? അറിയാലോ, അങ്ങനെയാണ് 5 ലക്ഷത്തിന്റെ സെറ്റിൽമെന്റ് എന്തിനാണ്? സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് 2 ജീവനക്കാരെ തല്ലി ലോക്കപ്പിലിട്ടിരിക്കുന്നു. എൻ്റെ മകനെ ലോക്കപ്പിലിട്ടിരിക്കുന്നു, ഷെഫിനെ പിടിച്ച് ലോക്കപ്പിലിട്ടുണ്ട്. അത് ഇദ്ദേഹമാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇവനായിട്ട് സെറ്റിൽ ചെയ്തോ 15 മിനിറ്റിനുള്ളിൽ പോസ്കോ കേസ്. ഈ കൂടെ ഉണ്ടായിരുന്ന കുട്ടി 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. പോസ്കോ കൂടി ഇൻവോക്ക് ചെയ്തുകൊണ്ട് വധശ്രമത്തിന് ബിരിയാണി കുത്തിക്കയറ്റി. ഇദ്ദേഹത്തിന് അറിയില്ല ബിരിയാണി കുത്തിക്കയറ്റിയിട്ടുണ്ടെന്നുള്ളത്. താങ്കളുടെ പക്കൽ തെളിവുണ്ടല്ലോ നോക്കണ്ടേ? താങ്കളുടെ പക്കൽ ബിരിയാണി കുത്തിക്കയറ്റിയിട്ടില്ല എന്നുള്ളതിന് മാത്രമല്ല, ബിരിയാണി ഫുള്ള് കഴിച്ചതിന് ശേഷം പ്രശ്നം ഉണ്ടാക്കുന്നതിന് തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടല്ലോ.
പിന്നെ ഞാൻ പറഞ്ഞത് 10,000-20,000 ആണെങ്കിൽ സമ്മതിക്കാം, 50,000 വരെ സമ്മതിക്കാം. ഈ 5 ലക്ഷം ചെറിയ എമൗണ്ട് ആണോ? അതായത് കാള പറ്റൂ എന്ന് പറഞ്ഞപ്പോഴേക്കും കയറെടുത്ത് ഇദ്ദേഹം ആകെ വയലൻ്റായിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാണല്ലോ. ഇയാൾ ഒരക്ഷരം ഞങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കണില്ലല്ലോ. ഞങ്ങളിപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഫോൺ ചെയ്ത് പരാതി കൊടുത്തു, മെയിലിൽ പരാതി കൊടുത്തു, റിട്ടേൺ പരാതി കൊണ്ട് ചെല്ലുമ്പോഴാണ് ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ, ഇവരെല്ലാത്തിനും അകത്തിട്ടിട്ട് പറയാണ് പോസ്കോ കേസോട് ഇൻവോക്ക് ചെയ്യും, വധശ്രമത്തിന് കേസെടുക്കും, 15 മിനിറ്റിനുള്ള മെഡിക്കൽ ചെക്കപ്പ് നടത്തി നിങ്ങളെ ശനിയാഴ്ചയാണ് നിങ്ങളെ റിമാൻഡ് ചെയ്യും, നിങ്ങളൊരു 3 മാസം അവിടെ കിടന്നോ. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഇത് അടുത്ത് ടാക്സിപ്പേട്ടയിൽ നിന്ന് ആൾക്കാർ വിളിച്ചറിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ വരുന്നത്. അപ്പോൾ ഞാനവിടെ വന്ന് അവസാനം ഇയാളാകെ വയലൻ്റായിട്ട് എന്നെ അടക്കം തല്ലാൻ വരികയാണ്. ഇയാൾ പുറത്ത് വന്നിട്ട് ആകെ പാനിക്കല്ല, ഇയാൾ വയലൻ്റായി ഒരു മാനസിക രോഗിയെ പോലെ അയാൾ പെരുമാറുന്നത്. ആ CCTV എല്ലാം ഉണ്ട്. എന്നിട്ട് ഞാൻ പൊറോട്ട അടിച്ച് ഞാൻ മുറ്റത്തേക്ക് വരികയാണ്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുക, ഞാനൊരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ അയാൾ എൻ്റെ മുഖത്തടിക്കും. ഞാൻ പൊറോട്ട് മാറി അവസാനം ഇയാളൊന്ന് കൂളായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളുടെ സ്റ്റേഷനിൽ ചെന്നു, സാറേ എന്താണ് വിഷയം? അപ്പോൾ പറയാണ് നിങ്ങളുടെ ജോലിക്കാർ ഇയാളെ ഇടിച്ചു, ഇയാളെ പരിക്കേൽപ്പിച്ചു, ഇയാളെ ബിരിയാണി കുത്തിയിറക്കി. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അപ്പോൾ എനിക്കറിയില്ലോ ബിരിയാണി കുത്തിയിറക്കിയിട്ടുണ്ടോന്നൊന്നും. ഞാൻ അപ്പോൾ CCTV പരിശോധിച്ചിട്ടില്ല, എനിക്കതിനുള്ള സമയവും കിട്ടിയിട്ടില്ല. പറഞ്ഞ കാര്യം തന്നെ വിശ്വസിക്കുക. എൻ്റെ താങ്കളുടെ സ്ഥാപനത്തെ പറ്റി താങ്കൾക്ക് നന്നായി അറിയാവുന്നതല്ലേ? അറിയപ്പെടുന്ന ഒരു അതെ, അങ്ങനെ അവിടെ ആ സമയം 80 പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്, 80ഓളം പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. 105 സീറ്റുള്ള ഒരു ഹോട്ടലാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് യാതൊരു പരാതിയില്ലാതെ, അത് ഫുഡ് സേഫ്റ്റി ആയിക്കോട്ടെ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, തൃശ്ശൂർ ജില്ലയിൽ ഹൈജീൻ റേറ്റിങ്ങിൽ 4 സ്റ്റാർ കിട്ടിയ ചുരുക്കം 3-4 ഹോട്ടലൊരു ഹോട്ടലാണ് ഇത്. തൃശ്ശൂർ സിറ്റിയിൽ അല്ലെങ്കിൽ തന്നെ പുറത്ത് ഹൈവേയുടെ സൈഡിലാണെങ്കിലും നല്ല രീതിയിൽ നടന്നു പോകുന്ന ഹോട്ടലാണ്. ഒരു മാസം 3 ലക്ഷം രൂപ, 2 ലക്ഷം, 3 ലക്ഷം രൂപ GST അടയ്ക്കുന്നുണ്ട്. കൃത്യമായിട്ട് ബിൽ പേയ്മെന്റ് നടത്തി, കൃത്യമായിട്ട് GST വാങ്ങിച്ചിട്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാപനം കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കൽ നിയമവിരുദ്ധമാണെന്ന് താങ്കൾക്ക് അറിയാത്തതല്ലോ ഔസേപ്പ്? കാശ് കൊടുത്ത് മാത്രമല്ല, കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കിയതിന്റെ കുറെ നാൾ കഴിയുമ്പോൾ താങ്കൾ അതിനെതിരെ കേസ് കൊടുക്കുന്നു. പണം തട്ടിക്കൊണ്ടുപോയെന്ന് പറയും. CCTV താങ്കൾ പണം എണ്ണിക്കൊടുക്കലാണ്, പണം തട്ടിക്കൊടുക്കുന്നതുകൊണ്ട് കേസ് കൊടുക്കുന്നു. ആ കേസിനെ പിന്തുടർന്നൊരു CI ഈ ദിനേഷിനെ പോയി ഇടിച്ച് ആ ദിനേഷിന്റെ ചെവിയുടെ ഈ പറഞ്ഞ ടിമ്പാനം അടിച്ചു പൊട്ടിക്കുന്നു, കേൾവിശക്തി ഇല്ലാത്തവനാക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ് ഔസേപ്പ്. ഞാൻ ഏത് അക്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, അത് ദിനേഷിനായിക്കോട്ടെ, KP ഔസേപ്പിനായിക്കോട്ടെ, അത് ഹാഷ്മിക്കായിക്കോട്ടെ, ഏത് അക്രമത്തെയും ഞാൻ അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ പണം കൊടുക്കാനുണ്ടായ കാര്യം ഇദ്ദേഹം ഭീഷണിപ്പെടുത്തി, നിങ്ങളെ 15 മിനിറ്റിനുള്ള റിമാൻഡ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 5 ലക്ഷത്തിൻ്റെ മൂല്യം നോക്കിക്കൊണ്ടിരുന്നാൽ ഞാൻ ഇവരെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-ാം കോടതിയും കഴിഞ്ഞ് 2-ാം കോടതിയിൽ നിന്ന് ഹൈക്കോടതി ജാമ്യം കിട്ടുക വരുമ്പോഴേക്കും ഒരു 3 മാസം കഴിയും. എൻ്റെ മകന് ആള് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് എംടെക് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് രാജസ്ഥാനിലെ ന്യൂക്ലിയർ പവറിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആദ്യത്തെ ജോലി രാജിവെച്ച് ഞാൻ 66 വയസ്സ് ചെന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി വന്ന എൻ്റെ മകനെ അടക്കം പിടിച്ചിട്ടിട്ടാണ് ഇയാൾ വില പേശിയത്. അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ SI രതീഷ് പറഞ്ഞത്, നിങ്ങൾ അയാളായിട്ട് സെറ്റ് ചെയ്യുന്നുള്ള വേട ഉപയോഗിക്കുന്നത്. അവനായിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്ത് അവൻ ചോദിക്കുന്ന തുക കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ റിമാൻഡ് ചെയ്യും. സാറേ, നമ്മൾ പണത്തിൻ്റെ മൂല്യം നോക്കിയിരുന്നോണ്ട് കാര്യമില്ല. ഞാൻ 5 ലക്ഷത്തിന് പിന്നെ 50 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആൾക്കാർ പുറത്തു വരുമ്പോഴേക്ക് ഇഞ്ച പരുവായിട്ട് വരും. ജയിലിൽ നിന്ന് ഇടിയും കൊണ്ട് ഇവരെല്ലാം പുറത്തിറങ്ങി വരും. അപ്പം ഞാൻ 5 ലക്ഷം കൊടുത്തു. അത് കൃത്യമായിട്ട് നിയമപരമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ CCTVയുടെ അടിയിൽ വെച്ച് കൊടുക്കാൻ കാരണം ഇത് നിയമപരമാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ കൊടുത്ത 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാനത് കമ്മീഷണറെ ബോധിപ്പിച്ചു. 24-ന് പണം കൊടുത്തു, 25-ന് ഞാനാകെ അപ്സെറ്റായിരുന്നു. 26-ന് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ധരിപ്പിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ എന്നോട് കമ്മീഷണർ കാണാൻ പറയുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് സ്റ്റേഷനിൽ വരുന്നു, ഈ CCTV പരിശോധിക്കുന്നു, കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. കമ്മീഷണറെ മുൻവശത്തിരുന്ന് ഞാൻ പരാതി എഴുതി കൊടുക്കുന്നു. കമ്മീഷണർ എന്നെ തോളെ തട്ടി, അങ്കിൾ യു ഡോണ്ട് വറി, വി ആർ വിത്ത് യു, പോലീസ് ഈസ് വിത്ത് യു, യു ഡോണ്ട് വറി അബൌട്ട് ദ മണി, വി വിൽ റിക്കവർ ദ മണി ആൻഡ് ദ മണി വിൽ ബി ഗിവൺ ടു യു, പോലീസ് ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് യു എന്ന് പറഞ്ഞ് എനിക്ക് പേപ്പർ എടുത്ത് തന്നത് കമ്മീഷണർ മിസ്റ്റർ അങ്കിത് അശോകനാണ്. അങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചാണ് ഞാൻ 7 പേജ് പരാതി എഴുതി കൊടുക്കുന്നത്. ഞാൻ ഇതൊന്നും കളവ് പറയല്ല. ഞങ്ങൾ ഈ ബിസിനസ് 10-25 വർഷമായിട്ട് ഞങ്ങൾ പ്രൊഫഷണലായിട്ട് നടന്ന ഒരു ബിസിനസ്സാണ്. നേരത്തെ താങ്കൾക്ക് ക്വാറികളൊക്കെ ഉള്ള ആളാണല്ലോ. ചുമ്മാ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു താങ്കളുടെ പൂഞ്ചിറ എന്ന് പറയുന്ന ക്വാറിക്കെതിരെ നാട്ടുകാരുടെ സമരം ഉണ്ടായപ്പോൾ
ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ അവിടെ അവിടെ പ്രശ്നമുണ്ടായി. ആ പ്രശ്നമൊക്കെ പിന്നെ നിങ്ങൾ ഒതുക്കി തീർത്തു എന്നൊക്കെ കേട്ടു. ഉള്ളതാണോ ശ്രീ ഔസേപ്പ്? ഒതുക്കി തീർക്കൽ നിങ്ങളുടെ ഒരു പൊതു പണിയാണോ ശ്രീ ഔസേപ്പ്? സാർ ഇത് നിങ്ങൾ ഹാഷ്മി, ഈ ക്വാറി എന്നു പറയുന്നത് നിങ്ങൾ ഇത്രയൊരു ഒരു കൊള്ളില്ലാത്തൊരു വസ്തുവായിട്ട് കാണണ്ട. ഞാൻ ക്വാറി കൊള്ളില്ലെന്ന് പറഞ്ഞല്ല. നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. എനിക്ക് ഇല്ല ഞാൻ ക്വാറി കൊള്ളില്ലെന്ന് പറഞ്ഞില്ല. പൂഞ്ചിറ പാറമടയിൽ 1.5 വർഷം മുമ്പ് സമരം ഉണ്ടാവുന്നു. ഞാൻ മനസ്സിലാക്കുന്ന BJP പ്രവർത്തകരാണെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയും പ്രശ്നം ഉണ്ടാവുന്നു. പ്രശ്നം ഉണ്ടാവുന്ന പ്രശ്നം ഒതുക്കി തീർത്തു എന്നാ കേട്ടെ നാട്ടുകാർ പറഞ്ഞു. ഒരു ക്വാറി അടഞ്ഞു കിടന്നിട്ട് അല്ല ഹാഷ്മി അങ്ങനെയല്ല. എൻ്റെ ക്വാറി അടഞ്ഞു കിടന്നിട്ട് 4 കൊല്ലമായിട്ട് ആ ക്വാറി പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ ക്വാറി ബിസിനസ് എനിക്കില്ല. പിന്നെ ക്വാറിയിൽ നിയമപരമായിട്ട് നടക്കുന്ന ക്വാറിയാ. അതിന് സ്റ്റേറ്റിൽ നിന്നൊക്കെ എനിക്ക് ഏറ്റവും നല്ല ക്വാറിക്കുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവാർഡെല്ലാം കിട്ടിയിരിക്കുന്ന യൂണിറ്റാണിത്. ഏറ്റവും നല്ല യൂണിറ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാ. ഇപ്പൊ സർക്കാരിന്റെ ഒരു പട്ടയ നിയമം വന്നതുകൊണ്ടാണ് 4 വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്നത്. അവിടെ എവിടെയും ക്വാറികളുണ്ടോ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ നിയമപരമായിട്ട് ക്വാറി നടത്തുക, സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ പാലിക്കുക. നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ മുഴുവൻ നമുക്ക് നേരിടാൻ പറ്റില്ല. അത് ഇവിടുത്തെ സംവിധാനം ഉപയോഗിച്ചോട്ട് സംവിധാനം സപ്പോർട്ട് തരണം. എന്ന് കരുതി എല്ലാവർക്കും പണം കൊടുത്ത് ഒതുക്കാം എന്ന് കരുതാവോ ശ്രീ ഔസേപ്പ്? നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുള്ള നാടല്ലേ? അല്ല ഹാഷ്മി, ഞാൻ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്കറിയാം. ആ തെറ്റിനെ ശരിയാക്കാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ CCTVയുടെ മുമ്പിലിരുന്ന് പണം കൊടുക്കുകയും 24 മണിക്കൂറിനുള്ള അത് ഉന്നത ഉദ്യോഗസ്ഥനെ കമ്മീഷണറെയാണ് ധരിപ്പിച്ചത്. അല്ല ഞാൻ പറഞ്ഞത് ശരി. അല്ല താങ്കൾ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അല്ല താങ്കൾ ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് മറ്റു ദൃശ്യങ്ങളൊക്കെ കൊടുത്തു. താങ്കളുടെ വീടിനുള്ള CCTV ദൃശ്യം കൊടുത്തു. താങ്കളുടെ ഹോട്ടലിന് പുറത്തെ CCTV ദൃശ്യം കൊടുത്തു. താങ്കൾ എന്തുകൊണ്ടാണ് ഹോട്ടലിനകത്തെ CCTV ദൃശ്യം മാധ്യമപ്രവർത്തകർക്ക് ഇന്നലെ കൊടുക്കാതിരുന്നത് ശ്രീ ഔസേപ്പ്? ഹോട്ടലിലെ ഇന്നറായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ 12ഓളം ചാനൽ വന്നിട്ട് ആദ്യമായിട്ട് ഹാഷ്മിയാണ് ചോദിച്ചത്. ഹാഷ്മിക്ക് ഞാൻ വിത്തിൻ 24 hours. അല്ലല്ല ഞാൻ ഹോട്ടലിനകത്തെ കാര്യം ചോദിക്കുന്നത്. ഇല്ലല്ല ഹോട്ടലിലെ പുറത്തെ കാര്യമല്ല. ഹാഷ്മിയുടെ 12ഓളം ചാനലുകൾ നമ്മുടെ ചാനൽ അടക്കം വന്ന് ഹോട്ടലിലെ പുറത്തെ ദൃശ്യങ്ങളാണ്. ഹോട്ടലിനകത്തെ കൗണ്ടർ ദൃശ്യം വന്ന് ഏത് ചാനൽ വന്നു? ഒരു ചാനൽ വന്നിട്ടില്ല. താങ്കൾ കൊടുത്തിട്ടില്ല. കൗണ്ടർ ദൃശ്യങ്ങൾ ഞാൻ ഹാഷ്മിക്ക് നേരിട്ട് അയച്ചു തരാം. അല്ല ഞാൻ പറഞ്ഞത് അല്ലല്ല ഞാൻ പറഞ്ഞത് എനിക്ക് നേരിട്ട് അയച്ചു തരാം. താങ്കൾ ബാക്കി എല്ലാ ദൃശ്യങ്ങളും കൊടുക്കുന്ന ശ്രീ ഔസേപ്പ്, താങ്കൾക്ക് ഏറ്റവും കൂടുതൽ താങ്കളുടെ വാദം സമർത്ഥിക്കാനുള്ള ഈ പറയുന്ന രീതി അവിടെ ഈ പരാതിക്കാരന്റെ മേത്തേക്ക് ചാറൊഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കണമെങ്കിൽ താങ്കൾ ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടണമായിരുന്നു. ഇതുവരെ അത് പുറത്തേക്ക് താങ്കൾ വിട്ടിട്ടില്ല. താങ്കളുടെ പക്കൽ ഉണ്ടോ ദൃശ്യങ്ങൾ? ഇതില് താങ്കളെ പോലെയുള്ള ഒരു ചാനലും ഹോട്ടലിന്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ ഈ കുറ്റാരോപിതനായ ഈ പരാതിക്കാരനായ ദിനേഷ് പോലും പറഞ്ഞിട്ടില്ലോ. ദിനേഷ് പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ അദ്ദേഹത്തിന് തടഞ്ഞു നിർത്തി എന്നാ പറഞ്ഞേക്കണേ. ഉണ്ടുണ്ട് ഹോട്ടലാ. ഇപ്പൊ താങ്കൾ ഇപ്പൊ പ്ലേറ്റ് മാറില്ല. താങ്കളാ പറഞ്ഞത് ഈ പറഞ്ഞത് ആ കൗണ്ടറിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായിട്ട് താങ്കളാ പറഞ്ഞു. അങ്ങനെ പുറത്തു വിടുന്ന ആ വിഷ്വൽ ദൃശ്യങ്ങൾ ഔസേപ്പ് അതെന്തിനാ അത് മാത്രം കൈവച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? തീർച്ചയായിട്ടും ഈ പുറത്തു വിടാനായിട്ട് പറയണ്ട. ഞാൻ പുറത്ത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളത് കൊടുത്തോളൂ. ഞങ്ങളത് ഡിജിറ്റൽ സിഗ്നേച്ചർ അടക്കം മേടിച്ച് സർട്ടിഫൈ ചെയ്ത് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കും തരാം, എല്ലാ ചാനലിലും തരാം. അത് വേണം, അത് കൊടുക്കണം. കാര്യം തരുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല, പേടിയില്ല. അല്ല അത് ചെയ്യണം. കാര്യം ബാക്കി എല്ലാ ദൃശ്യങ്ങളും പുറത്തു വരികയും അത് മാത്രം പുറത്തു വരാതിരിക്കുകയും ചെയ്യുന്ന ദുരൂഹമാണ്. അപ്പൊ അതിൽ ഈ പരാതിക്കാരന്റെ ദേഹത്തേക്ക് നിങ്ങളുടെ ജീവനക്കാർ അല്ലെങ്കിൽ ഈ കറിയുടെ ചാറ് കൂടി ഒഴിച്ചിരുന്നോ ഔസേപ്പ്? സാറത് നോക്ക്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നതിന് 1% സത്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നോ. ഞാൻ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ആളാ. ഇത്രയും ധൈര്യത്തോടെ ആർജവത്തോടെ ഒരു വ്യവസായി പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് ഒരല്പമെങ്കിലും വാല്യൂ തരണം. ഒരു ഇൻസിഡന്റ് ഹോട്ടലിൻ്റെ ഉള്ളിലുണ്ടായിട്ടില്ല. ഇയാൾ കയർത്ത് സംസാരിക്കുന്നു, ഇയാൾ പുറത്തു പോകുന്നു, ഇയാളെ തടഞ്ഞു നിർത്തുന്നതൊക്കെ പുറത്താണ്. ഹോട്ടലിൻ്റെ ഉള്ളിൽ ഒരു ഇൻസിഡൻറ്റും ഉണ്ടായില്ല. ഇയാൾ ഉറക്കം സംസാരിക്കുന്നു. ഞങ്ങളുടെ CCTVയിൽ ശബ്ദമില്ല, പക്ഷെ ഇയാൾ കയ്യോ ഒക്കെ പൊക്കി സംസാരിക്കുന്ന അതൊക്കെ കാണാം. ഇയാൾ സുഖമായിട്ട് ഇരുന്ന് ആ ബിരിയാണി കഴിക്കുന്നത് ഒക്കെ ഞാൻ ഹാഷ്മിക്ക് ഇട്ട് തരാം. അല്ല അതുകൂടി പുറത്തേക്ക് വിടണം. കാര്യം അവിടെ ഒരു സംശയം നിൽക്കുന്നത് കാരണം ഈ എസ് ഐ ഹോട്ടലിലോട്ട് വന്നിരുന്നു. തീർച്ചയായിട്ടും എസ് ഐ ഹോട്ടലിലേക്ക് വന്നിരുന്നു. എസ് ഐ ഹോട്ടലിലേക്ക് വന്നില്ല. മോന് വന്നില്ല.
ഓക്കെ. SI ഹോട്ടലിലേക്ക് വരാതെ തന്നെ ഈ പോലീസുകാർ പറഞ്ഞ ബ്രീഫിംഗ് വെച്ചിട്ടാണ് അദ്ദേഹം ഞങ്ങളുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്തത്. അത് അദ്ദേഹം ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും വന്നപ്പോൾ പറഞ്ഞു 5 പോലീസുകാർ, അതിലൊരു മഹേഷ് എന്ന് പറഞ്ഞവരാണ് ഇതൊക്കെ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു പാവപ്പെട്ട പോലീസുകാരനാണ്, ഞാൻ ആലപ്പുഴയിലാണ് വീട്, എൻ്റെ അച്ഛനൊരു ആശാരിയാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ അദ്ദേഹത്തിനോട് ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ താങ്കൾ ചെയ്ത ഈ ക്രിമിനൽ കുറ്റം ഞാൻ പറയുന്നത് പൊറുക്കാൻ പറ്റില്ല, അത് പൊറുക്കാൻ പറ്റില്ല, അതിൽ തർക്കമില്ല ഔസേപ്പ്, അതിലൊരു തർക്കവുമില്ല. അത് താങ്കളുടെ ജീവനക്കാരനെയും താങ്കളുടെ മകനെയും മർദ്ദിച്ച പോലീസ് ഈ പരാതിക്കാരനായ ദിനേഷിനെ അടിച്ച് ചെവിക്കരണം പൊട്ടിച്ച് അദ്ദേഹം ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് തോന്നുന്നു, ട്യൂമർ പേഷ്യൻ്റ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ എന്താണ് കേൾവിശക്തി ഇല്ലാതാക്കിയ പോലീസ് ഇതിനൊരു ന്യായമില്ല, അക്കാര്യത്തിൽ ന്യായമില്ല. താങ്കൾ എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ ആ ഹോട്ടലിനകത്തെ ദൃശ്യങ്ങൾ എനിക്ക് അയച്ചു തരും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു ഔസേപ്പ് പ്രതികരിച്ചതിന്. താങ്കളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൂടെ ഉണ്ട് താനും. ഓക്കെ. ശ്രീ അബ്ദുൽ അസീസ്, ഇവിടെ ഔസേപ്പിന്റെ ദുരനുഭവം, ഔസേപ്പിന്റെ ജീവനക്കാരനെയും ഔസേപ്പിന്റെ മകനെയും മർദ്ദിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അത് കുറച്ചുകൂടി വ്യക്തമാവട്ടെ. പക്ഷേ ആ കാരണം എന്തായാലും മർദ്ദിക്കാനുള്ള അവകാശം പോലീസിനില്ല. ദിനേശ് എന്ന് പറയുന്ന ഒരാളെ, ഈ പറയുന്ന പണം വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറയുന്ന ആളെ വീട്ടിൽ കയറി അലങ്കോലമാക്കുന്നു, പണം തിരക്കി അയാളെ അടിച്ച് അയാളുടെ ചെവിക്കല്ല് പൊട്ടിക്കുന്നു. ഔസേപ്പിന്റെ ദുരനുഭവം, CPM നേതാവിന്റെ ദുരനുഭവം, SFI നേതാവിന്റെ ദുരനുഭവം, മുസ്ലിം ലീഗ് നേതാവിന്റെ പുറംതലക്കടിച്ച ദൃശ്യങ്ങൾ, നടക്കാവിൽ ജിം ട്രെയിനർക്ക് മർദ്ദനം, ഈ ദിവസങ്ങൾ പുറത്തേക്ക് വരുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ എത്രമാത്രമാണ്? NK അബ്ദുൽ അസീസ്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എവിടെയാണ്? അദ്ദേഹത്തിന് പ്രതികരണമില്ലാത്ത എന്തുകൊണ്ടാണ്? ശ്രീ ഹാഷ്മി, ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2-3 സംഗതികൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ശ്രീ ഔസേപ്പ് സൂചിപ്പിച്ച വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിടത്ത് തന്നെ കൃത്യതക്കുറവുണ്ട് എന്ന് ഹാഷ്മി തന്നെ ഇത് കാണുന്ന ആളുകളെ ബോധ്യപ്പെടുത്തി. പിന്നെ കൃത്യതക്കുറവ് അദ്ദേഹത്തിന്റെ മാനേജരെയും ജീവനക്കാരനെയും ചെവുക്കല്ലേറ് തടിക്കുന്നതിന് ന്യായമല്ല ആണോ? അത് ഒരിക്കലുമല്ല. പോലീസിന്റെ ഭാഗം ന്യായീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. പോലീസിന്റെ ഭാഗത്ത് കൃത്യമായും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പല മേഖലകളിലും നടക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതൊന്നും ആഭ്യന്തര വകുപ്പിന്റെ കുറ്റമാണ് എന്ന് ഹാഷ്മിക്ക് എങ്ങനെയാ പറയാൻ കഴിയും? പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലല്ലേ പോലീസ്? തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പിന് താഴെയല്ലല്ലോ പോലീസ്. ആഭ്യന്തര വകുപ്പ് പരമാവധി നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാലോ, കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 122 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ ആഭ്യന്തര വകുപ്പ് പുറത്താക്കി അവരുടെ ജോലിയിൽ നിന്ന്. 2 DYSPമാരുൾപ്പെടെ 221ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അവർ പുറത്താക്കപ്പെടാതിരിക്കാൻ കാരണമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇത് ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുള്ള ഒരു നടപടിയാണ്. അങ്ങനെ ഒരു നടപടി എടുക്കാനല്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരെ തടയാൻ, ഓരോ സ്റ്റേഷനിലും വന്നുകൊണ്ട് തടയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ? ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കുമോ? ഒറ്റ കാര്യം ഹാഷ്മി താങ്കൾ മനസ്സിലാക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഗവൺമെന്റിന്റെ മുഖം കെടുത്തുന്നതിനാവശ്യമായ ബോധപൂർവമായ ശ്രമം ഒരു വിഭാഗം പോലീസുകാരിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഇത് ആദ്യം അബ്ദുൽ അസീസ്, ഇവിടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഊടുപാട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എമ്പാടും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടതാണല്ലോ. 2 വർഷങ്ങൾക്കിപ്പുറം അന്ന് ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടതാണ്. ഒരു നടപടി ഉണ്ടായില്ല. ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന ഇപ്പോഴാണെങ്കിൽ ഉദ്യോഗസ്ഥർ നേരത്തെ കണ്ടതാണ്, സർക്കുലർ ഇറങ്ങിയതാണ്. എന്നിട്ട് ഇതിൽ കാരണക്കാരൻ കൊച്ചിയിൽ ഒരു VIP സ്റ്റേഷനിലേക്ക് SHO ആയി സ്ഥാനക്കയറ്റം കൊടുത്തു. ആരാണ് ഉത്തരവാദി? അപ്പോൾ ആരാണ് ചേർത്ത് പിടിക്കുന്നത്? അതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതേക്കുറിച്ചാണ് ഞാനൊന്ന് വിശദീകരിക്കാൻ ഹാഷ്മി അനുവദിക്കൂ പ്ലീസ്. എന്താണെന്നറിയോ ഹാഷ്മി, ഞാൻ ഇക്കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ ഇടയിൽ ഹാഷ്മി കയറി സംസാരിച്ചാൽ എനിക്കതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും. എനിക്കതിൻ്റെ ആ കാര്യങ്ങൾ ഓർത്ത് വെച്ച് പറയുമ്പോഴാണല്ലോ കൃത്യമായി എൻ്റെ ഭാഗം പറയാൻ എനിക്ക് കഴിയുന്നത്. എൻ്റെ ഭാഗമല്ല, വസ്തുത എന്താണെന്ന് പറയാൻ എനിക്ക് കഴിയുന്നത്. ഹാഷ്മി അതിനെ അനുവദിക്കണമെന്നാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അതാത് സ്റ്റേഷനുകളെ പോലീസിനെയോ ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമേ ഇല്ല. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് അത് എന്ന് പറയരുത്. അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. കുറ്റവാളികളായ പോലീസുകാർക്കെതിരായി നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഓരോന്നായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ പറ്റും. ഹാഷ്മി ഒരു കാര്യം ഹാഷ്മി ഓർക്കുന്നുണ്ടോ? കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, കേരള പോലീസിൽ RSSന് വിങ് ഉണ്ട്. അത് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ
കേരളത്തിലെ പോലീസിന്റെ മുഖം മോശമാക്കാനും ആഭ്യന്തര വകുപ്പ് കൊള്ളരുതാത്തതാണ് എന്ന് പറയാനും ഒരു വിഭാഗം ബോധപൂർവമായ പ്രവർത്തനം കേരളത്തിൽ നടത്തുന്നുണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ ഇനിയുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, തൃശ്ശൂരിൽ ശ്രീ ശോഭാ സുരേന്ദ്രൻ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ അവര് കൃത്യമായി പറയുകയാണ്, എനിക്കെതിരായി, എന്റെ സമരത്തിനെതിരായി പോലീസ് നടപടിയെടുക്കും എന്ന് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആരാ വിളിച്ചു പറഞ്ഞത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. എന്നിട്ട് അവര് പറയാ, ഒരൊന്നൊന്നര പോലീസുകാരനാണ് ആ വിളിച്ചു പറഞ്ഞത്. ആ പോലീസുകാരൻ മോദി ഫാനാണ്. മാത്രമല്ല, കേരളത്തിലെ 60% പോലീസുകാർ മോദി പറയുന്നിടത്ത് നിൽക്കും എന്ന് ഉളുപ്പില്ലാതെ തുറന്നു പറയുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരുടെയൊക്കെ കമ്മിറ്റ്മെന്റ് ആരോടാണ്? ഈ ഡിപ്പാർട്ട്മെന്റിനോടാണോ? അതല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ മുഖം വികൃതമാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന കേരളത്തിലെ താങ്കൾ അത് പറയാണ് സാറേ. അല്ല ഈ കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ പരിശോധിക്കാൻ. അല്ല, ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ തന്നെയാണ് പി വി അൻവർ പറഞ്ഞത്. ഈ കാര്യങ്ങൾ മാത്രമാണ് പി വി അൻവർ പറഞ്ഞത്. പി വി അൻവർ പറഞ്ഞപ്പോ പി വി അൻവർ കള്ളക്കടത്തുകാരനായി, പി വി അൻവർ സാമദ്രോഹിയായി, പി വി അൻവറിനെ അടിച്ചു പുറത്താക്കി അല്ലേ? താല്പര്യം എന്താണെങ്കിലും അൻവർ പറഞ്ഞ കാര്യം എന്താ? ഈ RSS സ്വാധീനമല്ലേ? പി വി അൻവർ താങ്കൾ പറഞ്ഞ ഒരൊറ്റ മിനിറ്റ് ഞാൻ അല്ല അതെ 122 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ഒരു ഇതും ഇല്ലാതെ അവരെ പുറത്താക്കി. ശരി, പി വി അൻവർ വൈകിയാണെങ്കിലും LDF പ്രതിനിധി NK അബ്ദുൽ അസീസ് താങ്കൾ പറഞ്ഞ കാര്യം ശരിവെക്കുകയാണ്. പോലീസിൽ RSS വിങ് ഉണ്ട്. RSS വിങ് ആണ് അതിന് കാരണം. അൻവർ പി വി അൻവർ ഇവിടെ ശരി അല്ല, അതെ ആനി രാജ പിന്നെ പറഞ്ഞു, പലരും പറഞ്ഞു. ആനി രാജ പിന്നെ പറഞ്ഞു, പലരും പറഞ്ഞു. സമ്മതിക്കാത്തത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മേധാവി മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ അൻവർ പറയട്ടെ. ശ്രീ അൻവർ, പക്ഷേ ഒരു മാങ്ങാ മോട്ടിച്ചൊരുത്തനെ രായ്ക്ക് രാമാനം, ഞാൻ പറയുന്നത് മാങ്ങാ മോട്ടിക്കൽ കുറ്റമല്ലെന്നല്ല, പക്ഷെ ഒരുത്തനെ ഇടിച്ച് കൊല്ലാക്കൊല കൂമ്പുവാട്ടുന്നതിനേക്കാൾ ഭേദപ്പെട്ട കുറ്റമാണ് മാങ്ങാമോഷണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാങ്ങാ മോട്ടിച്ചവനെ രായ്ക്ക് രാമാനം പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കാമെങ്കിൽ ഇവിടെ ഇടിച്ച് കൊല്ലാക്കൊല ചെയ്യുന്ന പോലീസുകാർ ഇപ്പോഴും അധികാരത്തിൽ തുടരുന്നുവെങ്കിൽ, അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നുവെങ്കിൽ, അവർക്ക് എല്ലാവിധ പ്രിവിലേജും കിട്ടുന്നുവെങ്കിൽ, മയിൽപ്പീലി കൊണ്ട് മൂർധാവിൽ മർദ്ദിച്ചു എന്ന് പറയും മട്ടിൽ ഉഡായിപ്പ് നടപടികളാണെങ്കിൽ എത്രത്തോളം പിഴച്ചു പോയിരിക്കുന്നു ഈ പോലീസ് സംവിധാനം? ശ്രീ പി വി അൻവർ. അത് വളരെ സങ്കടകരമായ ഒരു സാഹചര്യം തന്നെയാണ് സത്യത്തിൽ കേരളത്തിലെ ഈ പോലീസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ നിരവധി നേട്ടങ്ങളും നിരവധി കേസുകളിൽ ഇടപെടുന്ന രീതികളുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു നാടിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലാണ് കേരള പോലീസ്. എങ്ങനെയാണ് ഇത്രത്തോളം ഈ പോലീസ് സേന ഈ ഒരു വഷളായ അവസ്ഥയിലേക്ക് എത്തിയത്? എവിടെയാണ് ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള സംസാരം ആരംഭിക്കുന്നത്? കൃത്യമായി ഈ ADGP അജിത് കുമാർ, ഞാൻ ഉപയോഗിച്ച വാക്ക് ആശ്മി ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും, നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ്. ഒരു നൊട്ടോറിയസ് ക്രിമിനലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ക്രിമിനലിസത്തിൻ്റെ വക്താവായിട്ടുള്ള, തൻ്റെ ശരീരത്തിലും തൻ്റെ മനസ്സിലും തൻ്റെ ചിന്തകളിലും ക്രിമിനലിസം കൊണ്ട് നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ച് ലോ ആൻഡ് ഓർഡറിൻ്റെ ഏറ്റവും ഉന്നതാധികാര കസേരയിൽ ഇരുത്തിയാൽ എന്തുണ്ടാകും എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകളാണ് ഇപ്പോൾ കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പുറത്തു വന്ന ഈ 3 ലോക്കപ്പ് മർദ്ദനം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മർദ്ദനം. ലോക്കപ്പ് മർദ്ദനം എന്ന് പറയാൻ പറ്റില്ല, അവർ ലോക്കപ്പിൽ പോലും ആയിട്ടില്ല. പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ ഓഫീസുകളുടെ പല റൂമുകളിൽ കൊണ്ടുപോയിട്ട് അവരെ മർദ്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ച ഉദ്യോഗസ്ഥൻ അത് അജിത് കുമാർ തന്നെയാണ്. ഈ സംഭവങ്ങൾ മുഴുവൻ അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൻ്റെ എന്താ പറയുക അധികാരം വഹിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇപ്പോൾ പോലീസിലെ ഒരു വിഭാഗത്തിന് ക്രിമിനൽ വൽക്കരിച്ചതിൻ്റെയും അതിന് നേതൃത്വം നൽകിയതും സത്യത്തിൽ ഈ പറയുന്ന അജിത് കുമാർ തന്നെയാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഇൻ്റലിജൻസ് വിഭാഗം പോലീസ് സേന അറിയാതെ ഒരു ADGPക്ക് വേണ്ടി പ്രവർത്തിച്ചു കേരളത്തിൽ എന്ന തെളിവാണ് പിന്നീട് എൻ്റെ ഇടപെടലിന് ശേഷം പുറത്തു വരുന്നത്. അല്ല ശ്രീ പി വി അൻവർ, ഇവിടെ പോലീസ് എല്ലാ കാലവും മർദ്ദക, ഇപ്പൊ CPM ഇടതുപക്ഷത്തിന്റെ വേർഷനിൽ ഭരണകൂടത്തിന്റെ മർദ്ദനോപാധികളാണ് പോലീസ്, മർദ്ദനോപകരണമാണ്. എല്ലാ കാലത്തും അങ്ങനെ, അത് അടിയന്തരാവസ്ഥയാവട്ടെ, കോൺഗ്രസ് ഭരിക്കുമ്പോഴാവട്ടെ, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും, എന്ന് പറഞ്ഞാൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നക്ഷത്രം പോലെ ഉന്നത ഉദ്യോഗസ്ഥർ കാണുമ്പോഴും
അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ മർദ്ദനത്തെക്കാൾ ഭയാനകത. ആ നടപടി ഉണ്ടാവാത്തതിലാണ് മർദ്ദനങ്ങൾ ആവർത്തിക്കാൻ ഈ പോലീസുകാരുടെ മുറയിൽ വർദ്ധിക്കുന്നത്, ഈ പറയുന്ന മനോവീര്യം വർദ്ധിക്കുന്നത്. ശ്രീ അൻവർ. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പം ഇവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുമായിരുന്നു. ഇവർക്കൊരു സംരക്ഷണ കവചം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മർദ്ദനം നടത്തിയ 2 പേരും SI-മാരായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ പരാതികളും ഈ കേസും നിലനിൽക്കുകയാണ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് ഓരോ ഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ പറയുന്ന ഇതിനൊരു സംഘമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് എന്താ പറയുക, ഇതിന് കേരളത്തിലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നമ്മുടെ ജില്ലകളിലെ ചില പോലീസ് സ്റ്റേഷനുകളിൽ, ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇദ്ദേഹത്തിന് നേരിട്ട് ADGP അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഓരോ കച്ചവടം. ഇപ്പോൾ അന്ന് സുജിത് ദാസ് എന്നോട് സംസാരിക്കുന്ന ഫോണിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം വലിയ കൊട്ടേഷൻ സംഘത്തിൻ്റെ നേതാവല്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ ADGP അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സംഘാംഗമായ ഒരു വ്യക്തി തന്നെ പറയാണ്, ഒരു പോലീസ് ഓഫീസർ, ഒരു IPS ഓഫീസർ പറയാണ്, അദ്ദേഹത്തിനെല്ലാം കച്ചവടമല്ലേ, കൊട്ടേഷനല്ലേ. ഈ ഒരു നിലവാരത്തിലേക്ക്, ഇതൊക്കെ കച്ചവടത്തിൻ്റെ ഭാഗമാണ്. തൃശ്ശൂരിൽ സംഭവിച്ചെന്താ, പരാതിക്കാരൻ 5 ലക്ഷം വാങ്ങുമ്പം പരാതി കൊടുത്തവന് 2 ലക്ഷം 3 ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പം ഇതൊരു ക്രിമിനലിസം കച്ചവടവൽക്കരിച്ചു. ഞാൻ പറഞ്ഞിരുന്നത് അതാണ്. ഈ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, മാമി കേസിൽ, റിദാൻ ബാസിൽ കേസിൽ എല്ലാത്തിലും കച്ചവടമാണല്ലോ. എല്ലാം പണവുമായി റിലേറ്റഡ് ആണ്. അതിൽ മുഴുവനും ഉണ്ടായിരുന്ന, അതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തി ആ അജിത് കുമാർ ഇപ്പോഴും അദ്ദേഹം ആ പൊസിഷനിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതല്ലാതെ അദ്ദേഹം തന്നെയല്ലേ ഇപ്പോൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം എന്താണ് ഹൈക്കോടതിയിൽ നമ്മുടെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞത്? ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഒരു ടെക്നിക്കൽ റീസണിലാണ്. കേസില്ല എന്ന് പറഞ്ഞിട്ടില്ല. കേസ് അതീവ ഗൗരവമാണ് എന്ന് കോടതി ആ കേസ് ചർച്ച നടക്കുമ്പോൾ തന്നെ, കോടതിയിൽ അത് വാദം നടക്കുമ്പോൾ തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കേസ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരും. നിരവധിയായ തെളിവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഇതുപോലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോഴും ഈ പിണറായി താങ്ങി നിർത്തുന്നത് എന്നതാണ് കേരളത്തിലെ ജനങ്ങൾ. എന്താണ് ഇതിൻ്റെ റീസൺ? ആ റീസൺ അറിയാനാണ് ജനം കാത്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് പോലീസിൽ. കേരള പോലീസിൻ്റെ ആ എന്താ പറയുക, ഒരു അവർക്കുണ്ടായിരുന്ന ഒരു നന്മ നിറഞ്ഞ ഒരു പോലീസ് മുഖത്തിന് വലിച്ചു കീറി ഈ അവസ്ഥയിലെത്തിച്ചതാണ്. ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് 2-3 കോള് വന്നു, ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ ആളുകളാണെന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പോഴും എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഈ പറയുന്ന വിവരാവകാശത്തിൻ്റെ ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മർദ്ദനത്തിന് ഇരയായവർ അവരുടെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന അപേക്ഷ നൽകണം. പല സ്ഥലങ്ങളിലും ഇതിലും ഭീകരമായി നടന്നിട്ടുണ്ട്. അത് ഒരാളത് പുറത്ത് പറയാൻ ധൈര്യം കാണിക്കില്ല അശ്മി. ഇങ്ങനെ മർദ്ദിച്ച് വിടുന്നവനെ പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വിടുന്നത്. ആര് രക്ഷിക്കും? അവിടെയാണ് പ്രശ്നം. ഇപ്പം ഈ 2-3 കേസുകൾ തന്നെ പുറത്തു വരുന്നത് എങ്ങനെയാണ്? ശക്തമായ പിന്തുണയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെയും സാമ്പത്തിക ശേഷിയുള്ള ഒരു എന്താ പറയുക വ്യവസായിയുടെയും മക്കളും അവരുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അവർക്കതിന് കേസ് നടത്താൻ ശേഷിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഈ അവസാന ഘട്ടത്തിലെങ്കിലും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഡിസ്മിസ് ചെയ്യേണ്ടവരെ. ഇതിലപ്പുറമുള്ളൊരു തെളിവിന് എന്താ വേണ്ടത്? ആ CCTV ദൃശ്യങ്ങൾ ശരിയല്ല അല്ലെങ്കിൽ എന്ന് പറയേണ്ടത് ആരാ? പോലീസ്. ആ പോലീസ് കൊടുത്ത CCTV ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് അത് കള്ളാണ്, ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറയാൻ കഴിയില്ലല്ലോ. മാത്രമല്ല പോലീസിന്റെ സങ്കീർണത പറയാനും കഴിയില്ല. കാരണം എന്താണ്, മാങ്ങാ മുട്ടിച്ചവനെ രായ്ക്ക് രാമാനം അധികം സമയം വേഗം പുറത്തു കളയാമെങ്കിൽ ഇങ്ങനെ ഇടിച്ച് കൂമ്പുകാട്ടുന്ന പോലീസുകാരെ പുറത്തു കളയാൻ എന്താന്നേ പാട്? ഇവിടെ സിനറിയോ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഭരിക്കുന്നത് നിങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഭരിക്കുമ്പോൾ ഒരു DYFI നേതാവിന് അതിക്രൂര മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണെന്ന് നോക്കൂ. അതിൻ്റെ പിന്നാലെ പോലീസ് അതിക്രമത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണെന്ന് ആലോചിച്ച് നോക്കൂ. DYFIയും CPM ചുമ്മാ ഇരിക്കും. ഇവിടെ പ്രതിപക്ഷം എവിടെയാണ്? കേരളത്തിലെ പ്രതിപക്ഷം എവിടെയാണ് ശ്രീ ജിൻഡോ?
അല്ല ഹാഷ്മി, കേരളത്തിലെ പ്രതിപക്ഷം കുന്നംകുളം വിഷയവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പി ജിയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരം സമരം ചെയ്യുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും മറ്റു സമരങ്ങളും പ്രതിഷേധങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ തെരുവിൽ നിരന്തരം സമരത്തിലുണ്ട്. അതിനപ്പുറത്ത് CPM ചെയ്യുന്നത് പോലെ പോലീസ് സ്റ്റേഷൻ കത്തിക്കാനോ പോലീസ് ജീപ്പ് കത്തിക്കാനോ അത് ഞങ്ങളുടെ ഒരു സമരമാർഗ്ഗമല്ലാത്തതുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൃത്യമായി അവരുടെ മുൻപിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവിടെ LDFിൻ്റെ പ്രതിനിധിയായി വന്ന അബ്ദുൾ അസീസ്, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അദ്ദേഹം പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ കുഴപ്പമല്ല ഇതൊന്നും. പിന്നെ ആഭ്യന്തര വകുപ്പ് എന്താ, ഈ പോലീസുകാരുമായി ഒരു ബന്ധമില്ലെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാശ്മീർ, ഈ 10-60,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ, അവരോടുള്ള ബഹുമാനവും അവർക്ക് കൊടുക്കുന്ന ആ ബഹുമാനവും ആദരവും ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ, നിയമം മൂലം നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി നിർത്തിയാൽ, അതിന് പകരം അറപ്പും അവജ്ഞയുമാണ് പൊതുജനങ്ങൾക്കുണ്ടാകുന്നെങ്കിൽ ഈ 60,000-ഓളം വരുന്ന ആളുകളുടെ ഒരു സേനയെ കൊണ്ട് 3.5 കോടിയിലധികം വരുന്ന മനുഷ്യരെ നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും നമ്മൾക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഓടിയെത്തുന്ന പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് CCTV ഒക്കെ കാക്കി ഉടുപ്പിനകത്ത് മറച്ചു വെച്ച് ഈ മാതിരി തോന്നിവാസം കാണിച്ചിട്ട് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന് ഒരു ബന്ധമില്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി എല്ലാ സ്റ്റേഷനിലും പോയി പറയാൻ പറ്റുമെന്ന്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരാൾ? ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തിനാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത്? ഓരോ പോലീസുകാരും തോന്നിയോണം ചെയ്താൽ പോരെ? എന്നാൽ പിന്നെ ഓരോ ആളുകൾക്കും പോലീസുകാർക്ക് നേരിട്ട് ശമ്പളം കൊടുത്ത് വീട്ടിലെ കാവൽക്കാരായിട്ട് നിർത്തിയാൽ പോരെ? ഇങ്ങനെ ഒരു സേനയും ഇങ്ങനെ ഒരു സംവിധാനവും സർക്കാരിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്, അത് നിയന്ത്രിക്കാൻ ഒരു മന്ത്രിയെ വെക്കുന്നത് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ്. ആരും കാണില്ല, 4 ചുവര് മാത്രമേ അറിയൂ എന്ന് പറയുന്ന പോലീസിന്റെ ഈ നിഷ്ഠൂരത, അത് കേരളം കണ്ടത് പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനിൽ CCTV വെച്ചോണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ പറയണം. അല്ല, പിണറായി വിജയൻ CCTV വെച്ചതും കൊണ്ടല്ല, അത് സുപ്രീം കോടതി വിധി ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ്. അത് മാത്രമല്ല, ഇതൊക്കെ ഇപ്പൊ പുറത്തു വന്നത് ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൽ അഭിമാനിക്കുന്നു. കാരണം എന്താ അറിയോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ വിവരാവകാശ നിയമം കൊണ്ടതുകൊണ്ടാണ് പുറത്തു വന്നത്. CCTV ഉണ്ടായിട്ടും കാര്യമുണ്ടായില്ലല്ലോ ഹാഷ്മി. വിവരാവകാശ നിയമത്തിന്റെ മാത്രം ബലത്തിലാണ് ഈ ഇടികൊണ്ട മനുഷ്യർക്ക്, ഈ നരഭേദത്തിന് വിധേയമാക്കപ്പെട്ട മനുഷ്യർക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാനോ ഹാഷ്മിയോ, ഈ ചർച്ചയിലിരിക്കുന്ന മറ്റാർക്കെങ്കിലോ, ഈ ചർച്ച കാണുന്ന ആളുകൾക്കോ അത് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഇടി കൊണ്ടുവന്ന് പുറത്തേക്ക് വരുന്നല്ലേ? ഞങ്ങളൊക്കെ സമരം ചെയ്ത് ജയിലിലും പോയിട്ടുണ്ട്, പോലീസിന്റെ അതിക്രമം നേരിട്ടിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്കൊന്നും ഇത്തരം സൗകര്യങ്ങൾ കിട്ടാതിരുന്നത് CCTVയും മറ്റു വിവരാവകാശ സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ പറയുന്നത് എത്ര ആളുകൾ വിശ്വസിക്കും? ഇപ്പോൾ CPMന്റെ പ്രതിനിധി തന്നെ പറയുന്നില്ലേ ആഭ്യന്തര വകുപ്പിന് ഒരു ബന്ധമില്ലെന്ന്. ഏതെങ്കിലും പോലീസുകാർ അവരുടെ സ്വന്തം നിലയിൽ ഒരു നല്ല പാട്ട് പാടിയാൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വലിയ തിലകക്കുറിയാണെന്ന് പറയും. ഏതെങ്കിലും പോലീസുകാർ അവരുടെ സ്വന്തം നന്മയെ കരുതി എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ അത് വലിയ കാര്യമായിട്ട് പോലീസിന്റെ മേന്മയായിട്ട് പറയും. ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളും തിണ്ണമെടുക്കും കാണിക്കുന്നവരെ സംരക്ഷിക്കുന്നത്, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടത്? അതിന് പോലീസ് വകുപ്പിന് ഒരു ബന്ധമില്ല. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു RSSന്റെ വിങ് ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ആനി രാജയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ അബ്ദുൾ അസീസിന്റെ ഏറ്റവും വലിയ വിഷമം ശോഭാ സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന നരേന്ദ്രമോദിയെ ദൈവത്തിന് തുല്യമായി കാണുന്ന 60% ആളുകൾ പോലീസിലുണ്ടെന്ന് പറയുന്നു. അബ്ദുൾ അസീസെ, അതൊന്ന് പിണറായി വിജയനോട് പറയണം. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെന്ന് ഞങ്ങൾക്ക് പിണറായി വിജയൻ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് അബ്ദുൾ അസീസ് വെയിറ്റ് ചെയ്യും, ഞാൻ പറയട്ടെ. ഇവിടെ PV അൻവർ ഇരിപ്പുണ്ടല്ലോ. MR അജിത് കുമാർ എന്ന് പറഞ്ഞ ADGP, ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP 10 ദിവസത്തെ ഇടവേളകളിൽ RSSന്റെ 2 മുന്തിയ നേതാക്കന്മാരെ കണ്ടത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അത് അയാളുടെ സ്വകാര്യ ഇടപാടാണെന്ന് പറഞ്ഞ്. കേരളത്തിന്റെ സ്വകാര്യ ഇടപാട് നടത്താൻ വേണ്ടിയിട്ടാണോ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്ക് ശമ്പളം കൊടുക്കുന്നത്? RSSകാരുമായിട്ട് കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ ADGPക്ക് എന്ത് സ്വകാര്യ ഇടപാടാ? ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, RSSകാരനായിട്ടുള്ള ഗവർണർ ഇല്ലാതെ പ്രാതൽ കഴിക്കാൻ പറ്റില്ല, RSSകാരായിട്ടുള്ള ഗവർണർമാരില്ലാതെ അത്താഴം കഴിക്കാൻ പറ്റാത്ത ആഭ്യന്തര വകുപ്പാണ് മന്ത്രിയാണ് പിണറായി വിജയൻ. ഈ പിണറായി വിജയനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എന്നോടോ ഹാഷ്മിയോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ PV അൻവറിനോടോ കേരളത്തിലെ 24ന്റെ ചർച്ച കാണുന്ന ആളുകളോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. ആഭ്യന്തര വകുപ്പിൽ RSSന്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ടില്ലല്ലോ. നിങ്ങളുടെ പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ 8-9 വർഷക്കാലം കൈപൊക്കിയിരുന്ന PV അൻവർ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചോ? ആനി രാജ പറഞ്ഞിട്ട് വിശ്വസിച്ചോ? കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചോ? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വന്ന് ഈ ചർച്ചയിൽ പറയുന്നു RSSകാരാണ് പോലീസ് സേനയുടെ ശോഭ കടത്താൻ നോക്കുന്നത്. നാണമില്ലേ പറയാനായിട്ട്? പിന്നെ എന്തിനാണ് പിണറായി വിജയൻ ഇരിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇരിക്കുന്നത്? AKG സെന്ററിൽ ഇരിക്കുന്ന ആ CPMന്റെ സഖാക്കന്മാരോടെ AKG സെന്ററിന്റെ മുറ്റത്ത് തടമെടുത്തിട്ട് വാഴകൃഷി നടത്താൻ പറയണം. പിണറായി വിജയനെ പോലെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ശമ്പളം കൊടുക്കേണ്ട ഗതികേട് കേരളത്തിലെ സാധാരണക്കാർക്കില്ല.
ഞങ്ങളുടെ ചെറുപ്പക്കാരെ സാധാരണക്കാരെ മനുഷ്യരെ പോലീസ് സ്റ്റേഷനകത്ത് ആവേശം കൊള്ളാം, പക്ഷേ കാര്യം പറയണം. മറച്ചു അനാവശ്യം വെച്ചിരിക്കുന്നത് പറയരുത്. ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാ? ആ CCTV ദൃശ്യങ്ങൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാ ഇത്രയും കാലം മറച്ചു വെച്ചത്? ശരി, ഞാൻ അബ്ദുൽ കണ്ടില്ലേ? ശരി, ഞാൻ മറുപടിക്ക് അബ്ദുൽ ശരി, ഞാൻ മറുപടിക്ക് അബ്ദുൽ അതെ, അതെ, ഞാൻ ശരി, പറയാം. ശരി, ഞാൻ മറുപടിക്ക് അബ്ദുൽ അല്ല ഹാഷ്മി. ഞാൻ അങ്ങനെ എത്താം. ശ്രീ എം കെ ഹരിദാസ് ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ ഇടിക്കുന്നു, കള്ളക്കേസ് എടുക്കുന്നു. അത് കിളികൊല്ലൂരിലാണെങ്കിൽ NDMA കേസ് തലക്കി വെക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ സുജിത്തിന്റെ കാര്യം വരുമ്പോഴേക്കും മദ്യപിക്കാത്ത ഒരുത്തിന്റെ തല അബ്കാരി ആക്ട്, ഗുണ്ട ആക്ട്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചമയ്ക്കാൻ നോക്കുന്നു. CCTV ദൃശ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ പോക്സോ കേസിലെ ഇരയോ പ്രതിയോ ആരോ ഉണ്ട്, അത് കാരണം കൊടുക്കാൻ പറ്റത്തില്ല, കള്ളം പറയുന്നു, മാനിപ്പുലേഷനാണ്. വിശ്വാസരാഹിത്യത്തിന്റെ പരമാവധിയാണ്, നിയമലംഘനങ്ങളുടെ പരമാവധിയാണ്. ശ്രീ എം കെ ഹരിദാസ് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഈ നിയമലംഘനം എന്ന് പറയുന്ന ആരുടെ കുത്തകയൊന്നും അല്ലല്ലോ. നിയമം പാലിക്കേണ്ടവർ നിയമലംഘനം നടത്തിയാൽ അതിൻ്റെ ഇങ്ങേത്തലക്കിൽ നിൽക്കുന്ന പാവപ്പെട്ടവൻ, ഗതികെട്ട ഒരു ഇര, ഗതികെട്ട് ആ നിയമലംഘനം തിരിച്ചങ്ങ് നടത്താൻ തീരുമാനിച്ചാലോ ശ്രീ എം കെ ഹരിദാസ്, എത്രത്തോളം ഭീകരമാവും കാര്യങ്ങൾ? നേരത്തെ ജിൻഡോ പറഞ്ഞ പോലെ. അറുപത്തിരണ്ടായിരം പോലീസുകാരെ നേരിടാൻ വേണ്ടിയിട്ട് 62,000 ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താവും ഹാഷ്മി? നമ്മൾ 62,000-ന് 3,40,00,000 ഹൈലൈറ്റ് ചെയ്യണ്ട. 62,000 പേര് ഈ 62,000 പോലീസുകാരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഈ ഹുങ്കൊക്കെ പിന്നെ എന്തായി തീരും? ഒരു പോലീസ് സേനയുടെ കായിക ബലം അറിഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ എന്നെ ഇടിച്ച പോലീസുകാർ കുഴഞ്ഞു വീഴുന്നതല്ലാതെ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തില്, മുഖ്യമന്ത്രിയായിട്ട് കൂടി ഇരിക്കുന്ന കാലഘട്ടത്തില് ഇങ്ങനെ പോലീസ് ജനങ്ങളുടെ നേരെ അഴിഞ്ഞാടുന്നത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇവിടെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന വ്യക്തി, ഇതിൽ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യാനാ? എല്ലാ പോലീസ് സ്റ്റേഷനിലും കയറി ചെന്ന ആഭ്യന്തര വകുപ്പിന്, സുഹൃത്തെ താങ്കളൊരു കാര്യം മനസ്സിലാക്കുക, പിണറായി വിജയന്റെ ഭരണകാലത്ത് 5 or 6 DGPമാർ അധികാരത്തിൽ കയറിയിട്ടുണ്ട്. ഈ 5 or 6 DGPമാരും ജനങ്ങളോട് പോലീസുകാർ എങ്ങനെ ഇടപഴകണം, അവരെ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കണം എന്നതിന് ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് നടപ്പാക്കേണ്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് കോൺസ്റ്റബിൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് SI നടപ്പിലാക്കുന്നുണ്ടോ എന്ന് സർക്കിൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് DYSPയും അവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടും പരിശോധിച്ചിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ പോലീസിന്റെ മർദ്ദനമേറ്റുകൊണ്ട് കേൾവി ശക്തിയും കാഴ്ചശക്തിയും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ സുഹൃത്തെ? അത് അന്വേഷിക്കാൻ തയ്യാറല്ല. ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ലോകോത്തര പോലീസായിരുന്നു സുഹൃത്തെ. ആ ലോകോത്തര പോലീസ് ഇന്ന് കുത്തഴിഞ്ഞൊരു പുസ്തകത്തിന്റെ അവസ്ഥയിലാക്കിയെങ്കിൽ അത് ഈ 9 മാസത്തെ ആഭ്യന്തര വകുപ്പിന്റെ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിലെ അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. താങ്കൾ ശോഭാ സുരേന്ദ്രനെ ഉദ്ധരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ പറയണമെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ RSSകാർ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇവിടെ ഒരു ഇന്റലിജൻസ് സംവിധാനം ഇല്ല എന്ന് ജനങ്ങളോട് ഈ ചർച്ചയിലൂടെ താങ്കൾ പറയുകയല്ലേ? 9 വർഷവും 3 മാസവും ഇരുന്നു കൊണ്ട് ഈ RSSന്റെ നുഴഞ്ഞുകയറ്റക്കാരെ സേനയിൽ നിന്നും ഒഴിവാക്കാൻ നിങ്ങൾക്കായില്ല എന്ന് പറയുമ്പോൾ ഒരു വിവരാവകാശത്തിന്റെ പിന്നാലെ പോയിട്ട് പാവപ്പെട്ട ഒരു പയ്യൻ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും സംഘടിപ്പിച്ച ഈ CCTV ദൃശ്യം ഇദ്ദേഹത്തിന്റെ SP, തൃശ്ശൂരിലെ SP കണ്ടിട്ടുണ്ട്. തൃശ്ശൂരിലെ SP കൃത്യമായിട്ട് ആഭ്യന്തര വകുപ്പിനെ ബോധിപ്പിച്ചു എന്നാണ് ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പൊ താങ്കള് ഈ നൂഹ്മാൻ എന്ന് പറയുന്ന പോലീസുകാരൻ RSSന്റെ പ്രതിനിധിയാണെന്നാണോ താങ്കൾ പറയുന്നത്? നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഇത് എന്റെ ഹാഷ്മി കഴിഞ്ഞ 9 വർഷവും 3 മാസവും ഈ പോലീസിന്റെ കിരാതവാഴ്ചയുടെ ഉദാഹരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും നിൽക്കില്ല. ഇനിയും എനിക്ക് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അച്യുതാനന്ദന്റെ ഭരണകാലത്താണ് ഇവർ ചെകിടത്തടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചത് തന്നെയാണ്. എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പോയി 2010. അവിടെ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ള സബ് ഇൻസ്പെക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ASI ഹരിദാസ് എന്ന് തന്നെയാണ് ആ ഇഡിയറ്റിന്റെ പേര്. അദ്ദേഹം 500 രൂപ ചോദിച്ചു. ഞാനത് കൊടുക്കാൻ തയ്യാറായില്ല. എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? തന്നെ വേണമെങ്കിൽ തീവ്രവാദിയാക്കിയിട്ട്
ഇവിടെ ഈ സെല്ലിലിടാൻ ഞാൻ മടിക്കില്ലെന്ന് 500 രൂപ കൊടുക്കാൻ മടിച്ച എന്നോട് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മുമ്പിൽ കസാല വലിച്ചിട്ടിരുന്ന എന്റെ നേരെ ഇച്ചക്കെടുത്തും അദ്ദേഹം അടിക്കാൻ കൈയോങ്ങി. ഭാഗ്യത്തിന് ഒരു കോൺസ്റ്റബിളിന് അറിയാം ഞാൻ ആരാണ് എന്നുള്ളത്. അദ്ദേഹം ആ കൈ തടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കൊരു പക്ഷേ കേൾവി ശക്തി നഷ്ടപ്പെട്ടിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരുമായിരുന്നു. അത് അച്യുതാനന്ദന്റെ ഭരണകാലത്താണ്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും പോലീസിലുണ്ടായിട്ട് ഈ പോലീസ് സേനയുടെ മർദ്ദനമേറ്റ അധികാരത്തിൽ കയറിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പിണറായി വിജയന് പലതും ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെങ്കിലും പോലീസിൽ നിന്ന് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പീഡനം അനുഭവിക്കാതിരിക്കാനുള്ള ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആ മർദ്ദനം നാൾക്കുനാൾ വർദ്ധിക്കുകയും അതിപ്പോൾ ജനം കാണുകയും ചെയ്യുകയാണ്. അതിന് കാരണം ഈ പറഞ്ഞ മുഖ്യമന്ത്രി വെച്ച CCTV തന്നെ ആണെങ്കിലും ആ CCTVയുടെ ദൃശ്യങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് തന്നെ വന്ന എത്ര സംഭവങ്ങളാണ്, ഇനിയും സംഭവങ്ങൾ വരും ദിവസങ്ങൾ വരാനും ഇരിക്കുന്നു. എനിക്ക് അബ്ദുൽ അസീസ് ഇന്നേക്ക് കൃത്യം ഒറ്റ വർഷം മുമ്പ് 7/9/2024 സംസ്ഥാന പോലീസ് മേധാവിക്ക് വേണ്ടി സർക്കുലർ ഇറങ്ങുന്നുണ്ട്. സ്വീകർത്താവ് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും. അതിൽ പറയുന്നത് വിഷയം പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ പ്രകാരം കൈമാറുന്നത്. PG പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നൽകിയ അപേക്ഷയിൽ CCTV ദൃശ്യങ്ങൾ കൈമാറുന്നതിന് ഉത്തരവായിട്ടുള്ളതും പ്രസ്തുത ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ മറ്റും പ്രചരിക്കാൻ സാധ്യതയുള്ളതുമാണ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഇങ്ങനെയാണ്. ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചത് വഴി അതത് കക്ഷികൾ പോലീസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതാണെന്നും അതുപയോഗിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ പോലീസിന്റെ പ്രതിച്ഛായ മോശമാക്കുന്നതിന് സാധ്യതയുള്ളതാണെന്നുമുള്ള വിവരം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിവിലേക്കായി നൽകുന്നു. ആയതിനാൽ ഈ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നതിന് എല്ലാവർക്കും നിർദ്ദേശം നൽകേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ഇടിച്ച കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒറ്റ വർഷം പറഞ്ഞ സർക്കുലറാണ്. അതിൽ പറയുന്നത് എന്താ, അതിന്റെ വ്യംഗ്യം എന്താ? ഇടിക്കുകയാണെങ്കിൽ CCTV ഇല്ലാത്തടത്തോളം ഇടിക്കുക എന്നല്ലേ അതിന്റെ വ്യംഗ്യം. അല്ലാതെ ഇവരെ പുറത്താക്കാൻ ഒരു ചെറുവിലനൊക്കെ ഉണ്ടായിട്ടില്ല. അബ്ദുൽ അസീസ്, അത് ഹാഷ്മിയുടെ വ്യാഖ്യാനം. ഹാഷ്മി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഹാഷ്മി ഉൾപ്പെടെ ഔസേപ്പ്, ജിൻഡോ മോൻ, ഹരിദാസ് ഉൾപ്പെടെ 4 പേര് ചുറ്റും ഇരുന്നു കൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ആ രൂപത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാം. പക്ഷെ അവസരം തരണം. ഹാഷ്മി ഇതിനിടയിൽ കയറി ബുദ്ധിമുട്ടാക്കരുത്, എനിക്ക് സമയം തരാതിരിക്കരുത്. അതൊരു മാന്യമായി ഹാഷ്മി ഈ നീതിയുടെയും ന്യായത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഗിരിപ്രഭാഷണം നടത്തുന്നയാളാണല്ലോ. അതുകൊണ്ട് ആ ഒരു ന്യായവും ഒരു നീതിയും ഒക്കെ എന്നോടും കാണിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. RSS എങ്ങനെയാണ് കടന്നു വന്നത് കേരളത്തിലെ പോലീസിനകത്ത്? ഹാഷ്മിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീ TP സെൻകുമാറിനെ DGP ആക്കി. ആ TP സെൻകുമാർ DGP ആയതിനു ശേഷമാണ് RSSന്റെ സ്വാധീനം വർദ്ധിച്ചത് എന്നതിന് എല്ലാ തെളിവുകളും കേരളത്തിൽ ഇരിക്കുകയാണ്. RSS രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസിൽ സ്വാധീനമുണ്ടാക്കാൻ RSS തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസിൽ DGP സ്ഥാനത്തേക്ക് TP സെൻകുമാറിനെ കൊണ്ടുവന്നത്. സെൻകുമാറിനെ പുറത്താക്കിയതാരാ? സെൻകുമാറിനെ പുറത്താക്കിയത് കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോഴാ. അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി വീണ്ടും നിയമന ഉത്തരവ് നേടി വന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കാലപരിധി കഴിഞ്ഞപ്പോ ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത് എന്ന് ഹാഷ്മിക്ക് അറിയാലോ. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഹാഷ്മിയും അതുപോലെ തന്നെ ജിൻഡോയും ഒക്കെ പറഞ്ഞല്ലോ, ആഭ്യന്തര വകുപ്പിന് പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ട് ആളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നു എന്ന് പരിഹാസ്യമായി പറഞ്ഞല്ലോ, അതിരൂക്ഷമായി വിമർശിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്താ ചെയ്യാൻ കഴിയുക? കുറ്റവാളികളായ പോലീസുകാർക്കെതിരായി നടപടിയെടുക്കുകയാണ്. 122 പോലീസുകാരെ 2 DYSPമാർ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കിയത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ 221 ആളുകൾക്ക് പുറത്താക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഈ നടപടി എവിടെയാ ഉമ്മൻചാണ്ടിയുടെ കാലത്തോ UDFന്റെ കാലത്തോ ഉണ്ടായത്? നമുക്കറിയാലോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏറ്റവും ആദ്യത്തെ ഉരുട്ടിക്കൊല നടന്നത് ഉദയകുമാറാണ്. തിരുവനന്തപുരം പോർട്ട് സ്റ്റേഷനിൽ UDF ഭരണം നടക്കുന്ന കാലമാണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി എന്ത് നടപടിയുണ്ടായി? ഹാഷ്മി പറയണം, ജിൻഡോ പറയണം. ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയോ? പോലീസുകാരെ നിശബ്ദനാകണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഏറ്റവും കൂടുതൽ UAPA ചുമത്തിയ കാലഘട്ടം, മുസ്ലിങ്ങൾക്കെതിരായി പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടമാണ്. ആ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ചുമത്തിയ UAPA കേസുകളാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ആഭ്യന്തര ചുമതല ഏറ്റെടുത്തതിനു ശേഷം പിൻവലിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ UDF ഭരിക്കുന്ന കാലത്ത്
കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളും നടപ്പാക്കിയിട്ടുള്ള നിയമങ്ങളുമാണ് യഥാർത്ഥത്തിൽ RSSന് അവസരമുണ്ടാക്കിയത്. ഇനി കോൺഗ്രസിന്റെ നേതാവാണല്ലോ ജിൻഡോ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ജിൻഡോ, നിങ്ങൾ മറുപടി പറയണം. ധർമ്മസ്ഥല, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ധർമ്മസ്ഥല, നൂറുകണക്കിന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചുമൂടിയില്ലേ? ആ സ്ഥലത്ത് ഈ കൊന്ന പ്രതികൾക്കെതിരായി നടപടിയെടുക്കുന്നതിന് പകരം സാക്ഷി പറഞ്ഞ ആളുകളെയും അതുമായി ബന്ധപ്പെട്ട് തെളിവ് കൊടുത്ത ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. CN ചിന്നയ്യ എന്ന് പറയുന്ന ഇക്കാര്യത്തിൽ തൂപ്പുകാരനായിരുന്ന, അവിടുത്തെ ക്ലീനിങ് ലേബർ ആയിരുന്ന ഒരാൾ, അദ്ദേഹം ഇത് പറഞ്ഞു എന്നതിന്റെ കാരണത്തിൽ മാത്രം അദ്ദേഹത്തിനെതിരായി കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിരിക്കുക. കോൺഗ്രസാ ഭരിക്കുന്നത്? കോൺഗ്രസ് അല്ല ഭരിക്കുന്നതോ? RSS അല്ല ഭരിക്കുന്നത്, കോൺഗ്രസാ. അപ്പൊ കോൺഗ്രസിന്റെ നിലപാടിതാണോ? നമുക്കറിയാം, നമ്മുടെ മലയാളിയായ നമ്മുടെ ഒരു സഹോദരൻ, കോഴിക്കോട്ടുകാരൻ മനാഫ്, ആ മനാഫ് ഈ കാര്യം പുറത്തു പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തിനെതിരായി ഭാരതീയ ന്യായ സംഹിതയിലെ 299 വകുപ്പ് ഉടുപ്പി പോലീസ് ചുമത്തിയിരിക്കുക. അദ്ദേഹം പറയുന്നു, എനിക്ക് ജീവഭയമുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്തവർ ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വരും എന്നെനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ്. ഈ കോൺഗ്രസിന് എവിടെയൊന്നും ഈ കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ലേ? അതുപോലെ തന്നെ അടിയന്തരാവസ്ഥക്ക്, ഞാൻ പറഞ്ഞല്ലോ, അടിയന്തരാവസ്ഥക്ക് ശേഷമുള്ള, ഞാൻ പറഞ്ഞ ഈ അടിയന്തരാവസ്ഥ കാലവും അടിയന്തരാവസ്ഥ കാലം RSSന്റെ സ്വാധീനം അല്ല, ഞാൻ പറഞ്ഞ അടിയന്തരാവസ്ഥ RSSന്റെ സ്വാധീനമൊക്കെ ഈ കാണുന്ന തെമ്മാടിത്തരങ്ങളേക്ക് മറപിടിക്കാൻ എങ്ങനെയാണ് കഴിയുക? CNK അബ്ദുൽ അസീസ്, നിങ്ങളടക്കം ആവശ്യപ്പെടണ്ടേ? ഈ അടിക്കുന്ന പോലീസുകാരെ യാതൊരുവിധ നിർദാക്ഷിണ്യം അവരെ സർവീസിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടി പുറത്താക്കണം എന്നാവശ്യപ്പെടണ്ടേ നാഷണൽ ലീഗ് അടക്കമുള്ളവർ? ആഷ്മി, ഞാൻ പറയുന്നത് തടയാൻ വേണ്ടിയിട്ട് പുതിയ ന്യായവാദങ്ങൾ നിരത്തുകയാണ് എന്നെനിക്കറിയാം. പക്ഷെ ഞാനിത് പറഞ്ഞേ പോകൂ. നമുക്കറിയാം, ഈ BJP നേതാവായിട്ടുള്ള ഒരു രവീന്ദ്രനാഥ് എന്ന് പറയുന്ന മംഗലാപുരത്തുകാരൻ, അദ്ദേഹത്തിന്റെ ആഹ്വാനപ്രകാരമാണല്ലോ മലയാളിയായ അഷ്റഫ് കൊല്ലപ്പെട്ടത്. ബത്ര കല്ലൂർത്തി എന്ന് പറയുന്ന ക്ഷേത്ര മൈതാനത്ത് അഷ്റഫ് കൊല്ലപ്പെട്ടപ്പോ കേസെടുത്തു. അവിടെ എന്താ പറഞ്ഞത്? ഈ BJP നേതാവായ രവീന്ദ്രനാഥിന്റെ പേരിൽ FIR ഇട്ടോ? കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്? കോൺഗ്രസ്സുകാരനായ ശ്രീ ജിൻഡോ, താങ്കൾക്ക് പറയാമായിരുന്നില്ലേ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളെ അന്യായമായി കൊല്ലാൻ പാടില്ല? ഈ അഷ്റഫ് വിളിച്ചത് എന്താത്രേ? പാകിസ്ഥാൻ സിന്ദാബാദ് അഷ്റഫ് വിളിച്ചു എന്നാണ് പറയുന്നത്. പാകിസ്ഥാനെ കുറിച്ച് പോലും അറിയില്ലാത്ത, യഥാർത്ഥത്തിൽ ഒരു മന്ദബുദ്ധി പോലെ നടക്കുന്ന, അക്രി സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്നയാളാ അഷ്റഫ്. അദ്ദേഹത്തെ അടിച്ചു കൊല്ലാൻ പ്രേരിപ്പിച്ചയാൾ FIR-ൽ പോലും പേരില്ലാതെ ഇപ്പോഴും നേതാവായി നടക്കുക. ഭരിക്കുന്നത് BJP അല്ല, കോൺഗ്രസാ. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം നിലനിൽക്കെ RSSകാർ പോലീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലല്ല, RSS സ്വാധീനമുള്ളവർ പോലീസിനുള്ളിൽ കടന്നു കയറി പോലീസിനെ മൊത്തം പ്രതിച്ഛായും ഇത്തരത്തിൽ കളയുകയാണെങ്കിൽ, ഇടിച്ചു കൂട്ടുകയാണെങ്കിൽ, അവരുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാനുള്ള കഴിവില്ലായ്മ ആഭ്യന്തര വകുപ്പിന്റെ കഴിവില്ലായ്മയല്ലേ? 9 വർഷമാണ് അബ്ദുൽ അസീസ്. ഒരു ഭയം എന്തിനാ? അങ്ങനെ RSSന്റെ വിങ് ഉണ്ടെങ്കിൽ ആ വിങ്ങിനെ പിടിച്ച് പുറത്താക്കാനുള്ള പേടി എന്തിനാ? ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരുന്ന ആളുകളെ പിടിച്ച പോലീസിനെയാണ് അൻവർ കുറ്റവാളിയാക്കിയത്. ഇതിന്റെയൊക്കെ താല്പര്യം നമുക്കൊക്കെ അറിയാം ആഷ്മി. അതുകൊണ്ട് അക്കാര്യത്തെ കുറിച്ചൊന്നും വിശദീകരിക്കണ്ട. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താണെന്നറിയോ? ഇവിടെ കേരളത്തിൽ RSSന് പോലീസിൽ സ്വാധീനം ഉണ്ടാക്കി കൊടുത്ത രമേശ് ചെന്നിത്തലയാണ്, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയ. അബ്ദുൽ അസീസ്, അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അല്ലെങ്കിൽ ഏതോ സെൻകുമാറിന്റെ കാലത്ത് കൊണ്ടുവന്ന RSS വിങ്ങിനെ കഴിഞ്ഞ 9 വർഷമായി കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ കഴിയാത്ത വണ്ണം മുട്ടടിക്കുന്ന എന്തിനാ? പേടി എന്തിനാ? അത്തരം ശ്രമങ്ങളാ നടക്കുന്നത്. അല്ല, പേടി എന്തിനാ? ഈ പറഞ്ഞ RSS മേധാവിയെ ആവർത്തിച്ചു പോയി കണ്ട ഒരാളെ എന്തിനാ ചേർത്ത് പിടിക്കുന്നേ അബ്ദുൽ അസീസ്? തടയാൻ കഴിയില്ല. ഭയം എന്തിനാ? എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതുപോലുള്ള എത്ര ആക്രമണങ്ങൾ നടന്നു? ആ ആക്രമികളായ ഏതെങ്കിലും ഒരു പോലീസുകാരനെ അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തോ? നീക്കം ചെയ്തിട്ടില്ല. അത് നീക്കം ചെയ്യാൻ തന്റെ ഇടം വേണം. ആ തന്റെ ഇടം പിണറായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീക്കം ചെയ്തത്. ആരെ നീക്കം ചെയ്തു? എവിടെ നീക്കം ചെയ്തു? ഇവിടെ CCTV ദൃശ്യങ്ങൾ. അല്ലല്ല, ഒരൊറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഈ കുന്നംകുളത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് നടപടിയിലേക്ക് പോകുന്നത്. പീച്ചിയിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് നടപടിയിലേക്ക് പോകുന്നത്. പുറത്തു വരാണ്ടിരിക്കുന്ന എത്ര CCTV ദൃശ്യങ്ങളുണ്ടെന്ന് അറിയാവോ അബ്ദുൽ അസീസ്? മുഖം നഷ്ടപ്പെട്ടപ്പോഴാണ് നടപടി. അല്ല, ഔദാര്യം പറയല്ലേ അത്? മുഖം നഷ്ടപ്പെട്ടു. ഈ ജനം ഈ ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ വെറുത്തു. ഇലക്ഷനിൽ തിരിച്ചടിയാവുമെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് നടപടി ഉണ്ടാകാൻ പോകുന്നത്. മുഖം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഹാഷ്മിയുടെ രാഷ്ട്രീയമാണ്, ജിൻഡോയുടെ രാഷ്ട്രീയമാണ്, എന്ത് രാഷ്ട്രീയം? എന്ത് രാഷ്ട്രീയം എന്നാ പറയാ? നോക്ക്, ഈ ദൃശ്യങ്ങളിൽ നോക്ക്.
ഈ ദൃശ്യങ്ങൾ ഒരു പാമ്പ് പിടിച്ചവനെ ഇടിച്ച് എന്താ നട്ടലിന്റെ കശേരികളിൽ കൂമ്പിലടിക്കുക, എന്നിട്ട് ആ ഉദ്യോഗസ്ഥർക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല. അത് ശരിയാണ്, അത് ന്യായമാണ് എന്ന് ഞാൻ ഒരു ചുക്കും സംഭവിച്ചില്ല. CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ മുഖം നഷ്ടമായി. അതുകൊണ്ട് ആ പുറത്തേക്ക് വഴിയൊരുങ്ങുന്നു, അത്രേ ഉള്ളൂ. ഇത് പുറത്തു വന്നില്ലെങ്കിലോ എന്തെങ്കിലും നടപടി ഉണ്ടാവോ? സസ്പെൻഡ് ചെയ്തതിന്റെ, പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതിന്റെ വാർത്തയായിട്ടാണ് ഇന്ന് പത്രം ഇറങ്ങിയത്. ആഷ്മി പത്രം വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്നത്തെ പത്രത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വാർത്ത യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വാർത്തയാ. അതിനപ്പുറത്തുള്ള നടപടികൾ ഇനി വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ശ്രീ ഹരിദാസ്, എന്തായാലും അക്കാര്യം നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞാൽ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പുറത്തേക്കുള്ള വഴി ആനയിക്കാൻ ഇപ്പോഴും നമുക്ക് അവിടെ പ്രതീക്ഷ ബാക്കിയുണ്ട്. ശ്രീ ഹരിദാസ്, CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന് ജനം വെറുത്തിപ്പോഴും അവരെ തീർത്തു പിടിക്കാൻ തയ്യാറല്ല. ശ്രീ ഹരിദാസ്, ഹാഷ്മി, ഞാൻ ഈ ചർച്ചകളിൽ 2004 മുതൽ പങ്കെടുക്കുന്നതാണ്. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് ഈ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊന്നും ഒരു ചർച്ചയിൽ പോലും RSS സാന്നിധ്യം കൊണ്ടാണ് പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണ നീതി തേടി വരുന്നവരെ ഇത്തരത്തിൽ ഇടിച്ചു സൂപ്പാക്കുന്നതെന്നും അവരുടെ കാതിന്റെ കേൾവിശക്തി നഷ്ടപ്പെടുത്തുന്നതെന്നും ഒരു പരാതിയും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തെ, 122 162 മിനിഞ്ഞാന്ന് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഡോക്ടർ ജയരാജ് പറഞ്ഞത് താങ്കളെ പോലെ നിരീക്ഷകനാണ്, 600 പേരെ പോലീസിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. ഇന്നലത്തെ ചർച്ചയിൽ മറ്റൊരു മാന്യം പറയുന്നത് കേട്ടു 212 പേരെ പുറത്താക്കിയെന്ന്. ഇപ്പൊ താങ്കൾ 122 ആക്കി, 262 പേർക്ക് നോട്ടീസ് കൊടുത്തു. ഇതൊക്കെ ഇമാജിനേഷനാണ് സുഹൃത്തെ. ശരി, സമയം കഴിയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ വന്ന് നടക്കാവിലെ ദൃശ്യങ്ങളാണ്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ന്യായവാദങ്ങൾ ചമയ്ക്കാതെ ഈ ഇടിയം പോലീസിനെ പിടിച്ച് പുറത്തേക്ക് വിടുക, ഒരു സന്ദേശം കൊടുക്കുക. അല്ലെങ്കിൽ പാവങ്ങൾ ഇനിയും നെഞ്ചു കലങ്ങുന്ന ദയനീയ കാഴ്ച കേരളത്തിൽ കാണേണ്ടി വരും. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.